ട്രാഫിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ട്രാഫിക് സ്റ്റഡീസ് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാഫിക് സ്റ്റഡീസ് നടത്തുന്നത്? ട്രാഫിക് സ്റ്റഡീസ് നടത്തുന്നത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാഫിക്, നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ കുറേ വണ്ടി വന്നു, ആ ഒരു ഏരിയയിൽ വരുന്ന ഈ ട്രാഫിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവിടെ ഒത്തിരി വെഹിക്കിൾസ് വരുമ്പോഴത്തേനും ജാം ആവുമോ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇനി ട്രാഫിക് സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടൈപ്പ് ആൻഡ് വോളിയം ഓഫ് ട്രാഫിക് ഇൻ പ്രസൻറ്റ് ആൻഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അപ്പം ഇപ്പം എത്ര വോളിയം ഓഫ് ട്രാഫിക് ഉണ്ട്, ഇനി ഫ്യൂച്ചറിൽ ഈ ട്രാഫിക് എത്ര വരെ ആവാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കിൻ്റെ വോളിയവും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ എങ്ങനെയാണ്, ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി നമുക്ക് റോഡിൽ ഈ ട്രാഫിക്കിനെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്തോരം ഫെസിലിറ്റീസ് ഉണ്ട്, അതിന് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കണം, പിന്നെന്തൊക്കെയാണ്, നമുക്ക് ജോമെട്രിക് ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്യണം അല്ലേ, ജോമെട്രിക് ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്യണം. നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ ഹൈവേ ആണെങ്കിൽ ഹൈവേയുടെ വിഡ്ത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ എന്താണ് നമുക്ക് ഗ്രേഡിയൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച ജോമെട്രിക് ഫീച്ചേഴ്സ്, കെയിംബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ തിക്നെസ്, ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് എത്ര തിക്നെസ് ഉള്ളതായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് സ്റ്റഡീസ്, ഓക്കെ, ട്രാഫിക് കൂടുമ്പോൾ ആക്സിഡൻറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാഫിക് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ട്രാഫിക് വോളിയം സ്റ്റഡി അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ട്രാഫിക് വോളിയം സ്റ്റഡി, ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു ലിക്വിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, അതിലുള്ള എത്ര വാട്ടർ കൊള്ളുന്നു, അതല്ലേ ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. അതുപോലെ ട്രാഫിക് വോളിയം സ്റ്റഡി അല്ലെ ട്രാഫിക് വോളിയത്തിന് എന്ത് പറയും, ഫ്ലോ എന്നും പറയും. ക്യൂ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വെഹിക്കിൾസ് ക്രോസിങ് എ സെക്ഷൻ ഓഫ് റോഡ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പം ഞാൻ ഒരു യൂണിറ്റ് ടൈം എടുക്കുക, അപ്പോൾ ഒരു 1 മിനിറ്റ് എടുക്കുക, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വെഹിക്കിൾസ് ഒരു സെക്ഷൻ, ഒരു റോഡ് സെക്ഷൻ കൺസിഡർ ചെയ്താൽ ആ സെക്ഷന് എത്ര വെഹിക്കിൾസ് ക്രോസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്ഷന് എത്ര വെഹിക്കിൾസ് ഒരു യൂണിറ്റ് ടൈമിൽ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ട്രാഫിക് വോളിയം അല്ലെങ്കിൽ അതിൽ പറയുന്നത്. ഓക്കെ, ഇനിയും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാനുവൽ കൗണ്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ട്രാഫിക് വോളിയം അല്ലെങ്കിൽ ട്രാഫിക് വോളിയം സ്റ്റഡി അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോയിനെ പറ്റിയുള്ള സ്റ്റഡീസ് നടക്കുമ്പം നമ്മുടെ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, ഇപ്പോൾ ഓട്ടോറിക്ഷ ആണോ ബൈക്കാണോ കാറാണോ പോകുന്നത്, അങ്ങനെ ടൈപ്പ് ഓഫ് വെഹിക്കിളിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ആൻഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻക്ലൂഡിങ് ഡയറക്ഷൻ ഓഫ് വെഹിക്കിൾ, അതുപോലെ തന്നെ നമ്പർ ഓഫ് വെഹിക്കിൾസ്, എത്ര വെഹിക്കിൾസ് പോകുന്നു, അത് ഏത് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ പോകുന്നത്, അതിനൊക്കെ എന്തുണ്ട്, ഈ ട്രാഫിക് വോളിയം സ്റ്റഡിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ട്രാഫിക് വോളിയത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെഹിക്കിൾസ് പെർ ഡേ അല്ലെങ്കിൽ വെഹിക്കിൾസ് പെർ അവർ. ഓക്കെ, വെഹിക്കിൾസ് പെർ ഡേ അല്ലെങ്കിൽ വെഹിക്കിൾസ് പെർ, ഇവിടെ അവറിനാണ് കിടക്കുന്നത്, വെഹിക്കിൾസ് പെർ ഡേ അല്ലെങ്കിൽ വെഹിക്കിൾസ് പെർ അവറിലാണ് നമ്മൾ ട്രാഫിക് വോളിയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ട്രാഫിക് വോളിയം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു സെക്ഷൻ എടുക്കുക, ആ സെക്ഷനിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വെഹിക്കിൾസ് പാസ് ചെയ്യുന്നു, അങ്ങനെയുള്ളതാണ് നമ്മൾ ട്രാഫിക് വോളിയമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, മാനുവൽ കൗണ്ടേഴ്സ് യൂസ് ചെയ്യും, ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സും ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്തത് പാസഞ്ചർ കാർ യൂണിറ്റ്സ്. പാസഞ്ചർ കാർ യൂണിറ്റിനെ നമ്മൾ PCU എന്നും പറയും. PCU എന്ന് കണ്ടാൽ ഓർത്തോണം, പാസഞ്ചർ കാർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വെറൈറ്റി ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഒരു ട്രാഫിക് വോളിയം ഒക്കെ കാണുമ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെറൈറ്റി ഓഫ് വെഹിക്കിളിനനുസരിച്ചിട്ട് ഇപ്പോൾ ആ വെഹിക്കിളിനെ എല്ലാം നമുക്കിപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ ടൈമിലാക്കണമെങ്കിൽ ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നൊരു ഇൻഡെക്സ് ആണ് എന്ത്, പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. എ നമ്പർ ഈസ് അസൈൻ ടു എ വെഹിക്കിൾ ബേസ്ഡ് ഓൺ ഇറ്റ് സ്പീഡ്, സ്പേസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കമ്പാരിസൺ ടു ദ കാർ, ടേംഡ് ഇക്വലന്റ് പാസഞ്ചർ കാർ യൂണിറ്റ്സ്. അതായത് നമ്മൾ ഒരു വെഹിക്കിളിന്, ഈ പാസഞ്ചർ കാറിനെ നമ്മൾ വെച്ചിട്ട് ഒരു വെഹിക്കിളിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പം 2 വീലേഴ്സ് ഒക്കെയാണ് 0.5 അസൈൻ ചെയ്യുന്നത്, അതായത് ഒരു പാസഞ്ചർ കാറിൻ്റെ ഹാഫ് എറൗണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പം കാറാണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ലോറിയൊക്കെ ആണെങ്കിൽ വേറെ ആയിരിക്കും പാസഞ്ചർ കാറിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു നമ്പർ ഒരു വെഹിക്കിളിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്തിനാണ്, അതിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് ഇതിനെയൊക്കെ നമ്മളൊരു കാറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന് നമ്മളൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനാണ് എന്ത് പറയുന്നത്, പാസഞ്ചർ കാർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, PCU ഡിഫറെൻറ്റ് വെഹിക്കിൾസിൻ്റെ PCU ഇവിടെ തന്നിട്ടുണ്ട്. പാസഞ്ചർ കാർ, ടെമ്പോ, ഓട്ടോറിക്ഷ, ജീപ്പ്, വാന്, അഗ്രികൾച്ചറൽ ട്രാക്ടർ, ഇതിനെല്ലാം പാസഞ്ചർ കാർ യൂണിറ്റ് 1 ആണ്. ഇനി
ട്രക്ക്, ബസ്, അഗ്രികൾച്ചറൽ ട്രാക്ടർ, ട്രെയിലർ ആണെങ്കിൽ PCU എത്രയാണ്? 3 ആണ്. ഇനി മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, സൈക്കിളിന് PCU 0.5. ഓട്ടോറിക്ഷയ്ക്കാണെങ്കിലോ 1.5. സോറി, സൈക്കിൾ റിക്ഷയ്ക്കാണെങ്കിൽ 1.5. ഇനി ഹോഴ്സ് ഡ്രോൺ വെഹിക്കിൾ ആണെങ്കിലോ 4. ബുള്ളോ കാർട്ട് ആണെങ്കിൽ 8. സ്മോൾ ബുള്ളോ കാർട്ട് ആണെങ്കിൽ 6. ഹാൻഡ് കാർട്ട് ആണെങ്കിൽ 6. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏരിയയിൽ നിന്ന് വരാം. PCU ഏതാണോ, ഇപ്പോൾ ഒരു വെഹിക്കിൾ തന്നിട്ട് അതിന് എത്രയാണ് PCU എന്ന് വേണേൽ ചോദിക്കാം. ഓക്കെ, അപ്പം 1 വരുന്ന ആരൊക്കെയാ? നമ്മൾ ആ കാറിൻ്റെ ഏകദേശം സൈസ് വരുന്ന സാധനങ്ങൾ വിചാരിച്ചാൽ മതി. ടെമ്പോ, ഓട്ടോറിക്ഷ, ജീപ്പ്, വാന്, ട്രാക്ടർ, അങ്ങനെല്ലാം 1. ഇനി വലിയ വണ്ടികൾ, ബസ്, ട്രക്ക്, ട്രാക്ടർ വിത്ത് ട്രെയിലർ വരുവാണെങ്കിൽ 3. പിന്നെ സൈക്കിൾ, സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 0.5. സൈക്കിൾ റിക്ഷ ആകുമ്പോഴോ ഇച്ചിരി കൂടെ കൂടുതൽ. സൈക്കിൾ റിക്ഷ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സൈക്കിളിൻ്റെ ഒരു പോർഷനും വരുന്നുണ്ട്, ബാക്കി ആ റിക്ഷയുടെ പോർഷനും വരുന്നുണ്ട് അല്ലേ, അപ്പം 1.5. ഇനി ഹോഴ്സ് ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ 4. ഓക്കെ, ഹോഴ്സ് ഡ്രോൺ വെഹിക്കിൾസ് ആണെങ്കിൽ 4. ബുള്ളോ കാർട്ട് ആണെങ്കിലോ 8 ആണ്. ഓക്കെ, ബുള്ളോ കാർട്ടിനാണ് ഏറ്റവും കൂടുതൽ, 8 ആണ് പാസഞ്ചർ കാർട്ട്. ഇനി സ്മോൾ ബുള്ളോ കാർട്ട് ആണെങ്കിലും ഹാൻഡ് കാർട്ട് ആണെങ്കിലും 6 ആണ്. ഓക്കെ, ഹോഴ്സ് ഡ്രോൺ വെഹിക്കിൾസിന് 4. അപ്പം അങ്ങനെ ഏകദേശം ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ സൈസും ഈ കാറിൻ്റെ സൈസും ഏകദേശം ഒന്ന് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വോളിയം ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് എ യൂണിഫോം വാല്യൂ വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാസഞ്ചർ കാർ യൂണിറ്റ്സ് പെർ അവർ ഓർ ഡേ. അപ്പം നമുക്ക് ഒരു യൂണിഫോം വാല്യൂ ആയിട്ട് കിട്ടും. നമ്മൾ ഈ PCU വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു PCU വെച്ചിട്ട് മെഷർ, ഈ കാറിൻ്റെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിഫോം വാല്യൂ ആയിട്ട് നമുക്ക് വോളിയം കിട്ടും. മറ്റേ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കാറാണോ ജീപ്പാണോ അതിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു കാറ് ഒരു സെക്ഷനിൽ കൂടെ പോകുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഒരു പോകുമ്പോൾ ഒരു ട്രക്ക് പോകുമ്പോൾ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ PCUലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു വോളിയം നമുക്കൊരു യൂണിഫോം വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മെത്തേഡ് ഓഫ് വോളിയം കൗണ്ടിങ്. നമ്മൾ പറഞ്ഞു മാനുവലായിട്ടൊക്കെ കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പം മെത്തേഡ് ഓഫ് വോളിയം കൗണ്ടിങ്ങിൽ ആദ്യം വരുന്ന മാനുവൽ കൗണ്ട്സ് ആണ്. ഓക്കെ, മാനുവൽ കൗണ്ട്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വോളിയം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവലി ആകുമ്പോൾ നമുക്ക് വെഹിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും അല്ലേ. ഏത് വെഹിക്കിളാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്ര ജീപ്പ് അതുവഴി പോയി, എത്ര ട്രക്ക് അതുവഴി പോയി, അങ്ങനെ ഓരോ വെഹിക്കിളിൻ്റെയും ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കൗണ്ട് കിട്ടും. പിന്നെ എന്താണ്, ടേണിംഗ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവ് കിട്ടും. ഓരോ വെഹിക്കിൾസ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടാണോ ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യമൊക്കെ മാനുവൽ കൗണ്ടിൽ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ മാനുവൽ കൗണ്ടിങ് എന്ന് പറയുന്ന മോസ്റ്റ് റിലയബിൾ മെത്തേഡാണ്, അല്ലെ ബെസ്റ്റ് മെത്തേഡാണ്. ഇപ്പം കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതണം? മാനുവൽ കൗണ്ട്സ് എന്ന് എഴുതണം. ഇനി ഓക്കെ, ഇത് നമ്മൾ എന്തിനാ ഷോർട്ട് കൗണ്ടുകൾക്ക് ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഒത്തിരി വലിയ കൗണ്ടുകൾക്കൊക്കെ മാനുവൽ കൗണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇത് നമ്മൾ ഷോർട്ട് കൗണ്ട്സിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫൈഡ് വോളിയം അല്ലെ ഡയറക്ഷണൽ വോളിയം നമുക്ക് കിട്ടണം. ഓരോ വെഹിക്കിൾസ് അല്ലെ ഓരോന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് എത്ര ട്രക്ക് പോയി, എത്ര കാറ് പോയി, അങ്ങനെയുള്ള ക്ലാസിഫൈഡ് വോളിയം അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ പോവാണ് ആ ഡയറക്ഷണൽ വോളിയം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മാനുവൽ കൗണ്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓട്ടോമാറ്റിക് ഓർ മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡ്സ്. മാനുവൽ കൗണ്ടിങ് അല്ലാതെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൗണ്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? ലോങ് കൗണ്ടുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്തായിരിക്കും? പെർമനൻ്റ് ആയിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും കൗണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ യൂസ് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂമാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലോങ് കൗണ്ട് അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ലോങ് കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഇറ്റ് ഡു നോട്ട് ഗീവ് ഡയറക്ഷണൽ കൗണ്ട്സ് ഓർ ക്ലാസിഫൈഡ് കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷണൽ കൗണ്ട് കിട്ടത്തില്ല. ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു റൂട്ടുണ്ട്, ഈ റൂട്ടിലോട്ട് ഈ ഡയറക്ഷനിൽ എത്ര വണ്ടി പോകുന്നത് കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷനിൽ എത്ര വെഹിക്കിൾസ് പോകുന്നേ കിട്ടത്തുള്ളൂ. ഈ ഡയറക്ഷനിൽ എത്ര എന്ന് മാറ്റി കിട്ടത്തില്ല. പിന്നെ എന്താണ്? ക്ലാസിഫൈഡ് കൗണ്ട്സും കിട്ടത്തില്ല. എനിക്ക് എത്ര കാറ് പോകുന്നു, എത്ര ട്രക്ക് പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടുവരും. അപ്പോൾ ക്ലാസിഫൈഡ് കൗണ്ട്സ് നമുക്ക് കിട്ടത്തില്ല. പിന്നെന്താ? ഈ ഡേറ്റ എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. മാനുവൽ കൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി രണ്ട് വെഹിക്കിൾസ് അബ്രപ്റ്റ് ആയിട്ട് ഒരേപോലെ ഈ വെഹിക്കിൾ പോകുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു വെഹിക്കിളും ഇങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് ചെയ്യും? അത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മെഷർ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ കൗണ്ടിങ്ങിൻ്റെ ഡിഫക്ട്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലേ കാര്യങ്ങളൊക്കെ? ഇനിയും അടുത്ത് നമ്മൾ പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ട്രാഫിക് വോളിയം ഡേറ്റ. ഞാൻ ഈ ട്രാഫിക് വോളിയം മെഷർ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ട്രാഫിക് വോളിയത്തെ ഞാൻ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക?
ഓക്കെ, ഇപ്പൊ IRC, ആസ് പെർ IRC റൂറൽ റോഡ്സിന് ട്രാഫിക് കൗണ്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ട്രാഫിക് കൗണ്ട് ടേക്കൺ ഓവർ 7 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. നമ്മൾ റൂറൽ റോഡുകളാണെങ്കിൽ ഒരു അറൗണ്ട് 7 കോൺസിക്യൂട്ടീവ് ഡേയ്സ് 24 hours ഈച്ച് ഡേ നമ്മൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. എന്നിട്ടായിരിക്കണം നമ്മൾ വോളിയം എടുക്കേണ്ടത്. ആ വോളിയം എടുത്തിട്ട് ആ സ്റ്റഡീസ് ആയിരിക്കും നമ്മൾ പിന്നെ ആ റോഡ് ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ റൂറൽ റോഡ്സ് ആണെങ്കിൽ 7 കോൺസിക്യൂട്ടീവ് ഡേയ്സ് 24 hours എടുക്കണം. ഓക്കെ, ഇനി കൗണ്ട് എപ്പോഴൊക്കെ എടുക്കും? കോൺസിക്യൂട്ടീവ് ഒരു തവണ എടുത്തു, പിന്നെ ഈ കൗണ്ട് എത്ര തവണ എടുക്കും? കൗണ്ട്സ് ടേക്കൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് ഈച്ച് ഇയർ. ഒരു വർഷത്തിൽ ഇതുപോലെ ഈ 7 ദിവസം 24 മണിക്കൂർ വീതം ഒരു വർഷത്തിൽ 1 ഇയറിൽ എത്ര തവണ ചെയ്യണം? ട്വൈസ് ചെയ്യണം, 2 തവണ ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴൊക്കെ ഇത് ചെയ്യേണ്ടത്? ഡ്യൂറിങ് പീക്ക് സീസൺ. പീക്ക് സീസൺ നല്ല, അതായത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസണ്, അല്ലെങ്കിൽ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സീസണ്, അങ്ങനെയുള്ള സീസണുകളിലും. പിന്നെ എപ്പോഴാണ് എടുക്കേണ്ടത്? ഒരു ലീൻ സീസണിലും. ഓക്കെ, പീക്ക് സീസണിലും എടുക്കണം, ലീൻ സീസണിലും എടുക്കണം. ഇനി നമ്മൾ അബ്നോർമൽ കണ്ടീഷൻസ് വരത്തില്ലേ? അതായത് എന്തെങ്കിലും ഒരു എക്സിബിഷൻ നടക്കുക, അങ്ങനെയുള്ള അബ്നോർമൽ കണ്ടീഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പള്ളിപ്പെരുന്നാൾ ഒരിടത്ത് മാത്രം ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അബ്നോർമൽ കണ്ടീഷൻസ് നമ്മൾ ഇതിൽ എടുക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ട്രാഫിക് വോളിയം കൗണ്ട് റൂറൽ റോഡിലൊക്കെ ഒരു ഇയറിൽ 2 തവണ എടുത്താൽ മതി. 7 ദിവസം 24 മണിക്കൂർ വീതം ചെയ്യണം. പീക്ക് സീസണിലും ലെയിൻ സീസണിലും ചെയ്യണം. അബ്നോർമൽ കണ്ടീഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യം ഇതിൽ പറഞ്ഞു. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക്, അല്ലെങ്കിൽ ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് എന്നും പറയും. അതിനെ നമ്മൾ AADT എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാവർത്തണം. ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് അല്ലെങ്കിൽ ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക്. ഓക്കെ, അപ്പം ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒരു വാല്യൂവിൻ്റെ ആവറേജാ. എന്തിൻ്റെയാ? 24 hour ട്രാഫിക് വോളിയം അറ്റ് എ ഗിവൺ ലൊക്കേഷൻ ഓവർ എ ഫുൾ 365 day ഇയർ. അതായത് ഈ ഒരു വർഷത്തിൽ വരുന്ന 365 ദിവസവും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ A എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ട്. ആ A എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഞാൻ എന്തെടുക്കും? ട്രാഫിക് വോളിയം എടുക്കും. ട്രാഫിക് വോളിയം എടുത്തിട്ട് അതിനെ എന്ത് ഡിവൈഡ് ചെയ്യും? ആ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എടുത്തിട്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 24 hours നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് അല്ലെങ്കിൽ ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ടോട്ടൽ വെഹിക്കിൾസ് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ വെഹിക്കിൾസിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ആവറേജ് ഡെയിലി ട്രാഫിക്. അപ്പം നമ്മൾ ആനുവൽ ആവറേജ് പറഞ്ഞു. ഇനി അടുത്ത എന്താ? ആവറേജ് ഡെയിലി ട്രാഫിക്. ആവറേജ് ഡെയിലി ട്രാഫിക് എന്ന് പറയുമ്പോൾ എന്താ? ആവറേജ് 24 hour ട്രാഫിക് വോളിയം അറ്റ് എ ഗിവൺ ലൊക്കേഷൻ ഫോർ സം പീരീഡ് ലെസ് ദാൻ എ ഇയർ. നേരത്തെ ആനുവൽ ആവറേജ് ആയിരുന്നപ്പോൾ ഞാൻ എത്ര പറഞ്ഞു? 365 ദിവസം എടുക്കും, 1 ഇയർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ ഒരു പീരീഡ് എടുക്കുക. ഒരു ഇയറിൽ കുറവുള്ള ഏതൊരു പീരീഡ് എടുത്തിട്ട് അതുപോലെ 24 hours നമ്മൾ എടുത്ത് അതിനെ ആവറേജ്, അതായത് ആവറേജ് കാണുക. അതിനാണ് എന്ത് പറയുന്നത്? ആവറേജ് ഡെയിലി ട്രാഫിക്. ഇപ്പം ഞാൻ 3 months എടുക്കുന്നതെങ്കിൽ എത്ര ദിവസം കാണും? ഒരു 31 ദിവസം, ഒരു 30 ദിവസം, ഒരു 31 ദിവസമുള്ള മാസമാണെങ്കിൽ ഇപ്പം നമ്മൾ എത്ര വരും? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എത്ര ട്രാഫിക് ടോട്ടൽ എന്താണ് വോളിയം ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 31 + 30 + 31. ഇപ്പം എത്ര വരും? 92 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും എന്ത്? ആവറേജ് ഡെയിലി ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പം 6 monthsന് 6 monthsന് വേണ്ടിയിട്ട് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സീസൺ, ഒരു സമ്മർ സീസൺ ആണ്, സമ്മർ സീസൺ ഫുള്ള്, അല്ലെ ഒരു വീക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഒരു 2 days വരെ വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ ആവറേജ് ഡെയിലി ട്രാഫിക് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ആവറേജ് ഡെയിലി ട്രാഫിക് ഈസ് എ വാലിഡ് നമ്പർ ഓൺലി ഫോർ പീരീഡ് ഓവർ വിച്ച് ഇറ്റ് വാസ് മെഷേർഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഒരു വാലിഡ് നമ്പർ ആയിരിക്കും. ഏത് പീരീഡിലേ അത് വാലിഡ് ആവത്തുള്ളൂ? നമ്മൾ മെഷർ ചെയ്യുന്ന 3 months ആണെങ്കിൽ ആ 3 monthsലെ ഈ 3 monthsലെ ആനുവൽ ഡെയിലി ട്രാഫിക് ആയിരിക്കും നമുക്ക് കിട്ടുക. ആ ഒരു പീരീഡിൽ അത് വാലിഡ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താ? PCUs ആർ യൂസ്ഡ് ടു കൺവേർട്ട് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ടു വൺ ക്ലാസ്. ഇപ്പം എനിക്കിപ്പം ഒത്തിരി വെഹിക്കിൾസ് ഉണ്ട് അല്ലേ? എന്താ വരാം? കാർ വരാം, ട്രക്ക് വരാം, എല്ലാം വരാം. അപ്പം എനിക്കിപ്പോൾ എല്ലാത്തിനും ഒറ്റ ക്ലാസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസഞ്ചർ കാർ യൂണിറ്റ്സ് വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുക. ഓക്കെ, ഇനി ഇതൊക്കെ ഈ വോളിയം ഒക്കെ നമ്മൾ മെഷർ ചെയ്തു. എന്നിട്ട് അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണിക്കുന്നത്? ഷോയിങ് വോളിയം ട്രെൻഡ്സ് ഓവർ എ പീരീഡ് ഓവർ എ ഇയർ. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെൻഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ ചോദിക്കാം ട്രെൻഡ് ചാർട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് 3-4 ഡെഫിനിഷൻ വരാം. എന്തൊക്കെയാ? ട്രെൻഡ് ചാർട്ട്സ് ഷോ വോളിയം ട്രെൻഡ്സ് ഓവർ എ പീരീഡ് ഓഫ് ഇയർ. അപ്പോൾ ഒരു ഇയറിൽ, ഇപ്പം ഞാനിപ്പോൾ 1 year എടുക്കുക. 1 yearൽ കുറച്ച് നാൾ നല്ല ട്രാഫിക് വോളിയം ഉണ്ടായിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് വരുമായിരുന്നു. ചിലപ്പോൾ പിന്നെ കുറയും, പിന്നെയും കൂടും. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡിനെ കാണിക്കുന്ന ചാർട്ട്, ആ ട്രാഫിക് വോളിയത്തിൻ്റെ ട്രെൻഡിനെ കാണിക്കുന്ന ചാർട്ടാണ് എന്ത്? ട്രെൻഡ് ചാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്. ഓക്കെ,
traffic flow map or diagram along routes. ഓക്കെ, അപ്പം നമ്മൾ ട്രാഫിക് ഫ്ലോ മാപ്പ്, അതായത് ഞാൻ ട്രാഫിക് ഫ്ലോയുടെ ഒരു മാപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡയഗ്രാം എടുക്കുക റൂട്ടുകൾ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു റൂട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു എറണാകുളത്തെ ഏതെങ്കിലും ഒരു സ്ഥലവും കോട്ടയത്ത് ഒരു സ്ഥലവും കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂട്ടിൽ എപ്പോഴും എനിക്ക് വണ്ടി പോകുന്നുണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, പക്ഷേ വേറൊരു സ്ഥലം, ഇപ്പോൾ ഒരു എന്താണ് റിമോട്ടായിട്ടൊരു സ്ഥലം. ഓക്കെ, അപ്പോൾ ആ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോട്ട് എപ്പോഴും വെഹിക്കിൾസ് ഇല്ല, ഒരു ചെറിയൊരു വല്ലപ്പോഴും വെഹിക്കിൾസ് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ട്രാഫിക് ഫ്ലോ മാപ്പ് എന്ന് വരയ്ക്കുമ്പോൾ എന്താ, തിക്നെസ് ഓഫ് ലൈൻസ് റെപ്രസെൻറ്റ് ദ ട്രാഫിക് വോളിയം ടു എനി ഡിസൈഡ് സ്കെയിൽ. അപ്പോൾ ഇവിടെ ഈ റൂട്ടിൽ എപ്പോഴും വണ്ടി പോകുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ തിക്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, അവിടെ ട്രാഫിക് ഫ്ലോ കൂടുതലാണ്, അല്ലെങ്കിൽ ആ റൂട്ടിൽ ട്രാഫിക് വോളിയം കൂടുതലാണ്, ഇവിടെ കുറവായിരിക്കും. മനസ്സിലായോ? ഇതാണ് ട്രാഫിക് ഫ്ലോ മാപ്പ് അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്പെസിഫിക് റൂട്ട്സിനായിരിക്കും നമ്മളത് കാണിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓരോരോ മെത്തേഡ്സാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്കിനെ പറ്റിയിട്ട് പറഞ്ഞു, ആവറേജ് ഡെയിലി ട്രാഫിക്കിനെ പറ്റിയിട്ട് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞേ, നമ്മൾ ട്രെൻഡ് ചാർട്ട് വരച്ചിട്ട് ട്രാഫിക് വോളിയം റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞേ, നമ്മൾ ട്രാഫിക് ഫ്ലോ മാപ്പ് അല്ലേ, ട്രാഫിക് ഫ്ലോ മാപ്പ് അല്ലെങ്കിൽ ഡയഗ്രാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതുപോലെ തന്നെ വോളിയം ഫ്ലോ ഡയഗ്രാം അറ്റ് ഇൻ്റർസെക്ഷൻസും പ്ലോട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ചെയ്യുന്നൊരു മെത്തേഡാണ് വോളിയം ഫ്ലോ ഡയഗ്രാം അറ്റ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് അവിടുത്തെ ഓരോ റോഡുകളിലെയും വോളിയം നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ട്രാഫിക് വോളിയത്തെ പ്രസൻറ്റേഷൻ ഓഫ് ട്രാഫിക് വോളിയം ഡേറ്റ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറയുന്നത്. 30th ഹയസ്റ്റ് അവർലി വോളിയം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൈമാണ്. എന്താണ് ഈ 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറഞ്ഞാൽ, 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറഞ്ഞാൽ അതൊരു അവർലി വോളിയം ആണ്. ഓക്കെ, ദാറ്റ് വിൽ ബി എക്സീഡഡ് ഓൺലി 29 ടൈംസ് ഇൻ എ ഇയർ. അപ്പോൾ നമ്മൾ ഓരോരോ എന്താ ട്രാഫിക് വോളിയംസ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം വോളിയം വരുന്ന ഒരു സമയം കാണും, അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ വരുന്ന സമയം കാണും, അങ്ങനെ 1 2 3 4 5 അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് 30th ഒരു വോളിയം കാണും അല്ലേ. ആ 30th വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഒരു തവണ എക്സീഡ് ചെയ്തു, അതായത് ഇങ്ങനെ നമ്മൾ ഓരോ തവണ മാക്സിമം വോളിയം വന്ന് ഒരു 30th ടൈംസ് നമ്മളിപ്പോൾ ഓരോരോ വോളിയം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാണ്, 30th ടൈംസ് ഒരു വോളിയം വരും അല്ലേ. അപ്പോൾ അതിന് മേളിലോട്ട് 29 ടൈംസ് വോളിയമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു വാല്യൂവിന് മേളിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, 30th ഹയസ്റ്റ് അവർലി വോളിയം ആയിട്ട് എടുക്കുക. അപ്പോൾ ആ വാല്യൂവിനെ 29 ടൈംസ് ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സീഡ് ചെയ്തിട്ടുള്ളൂ ആ റോഡിൽ. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾ അതർ അവർലി വോളിയംസ് ഓഫ് ദി ഇയർ വിൽ ബി ലെസ് ദാൻ ദിസ് വാല്യൂ, അല്ലെ ലെസ് ദാൻ ദിസ് വോളിയം. അപ്പോൾ ഈ വോളിയത്തിൽ ചെറുതായിരിക്കും ബാക്കി എല്ലാ വാല്യൂ, പിന്നെ 29 ടൈംസ് പക്ഷേ ഇത് എക്സീഡ് ചെയ്തിട്ടുണ്ട്. ആ വോളിയത്തിനാണ് നമ്മൾ 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഹൈവേ ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു 30th ഹയസ്റ്റ് അവർലി വോളിയത്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഈ 30th ഹയസ്റ്റ് അവർലി വോളിയത്തിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെസിലിറ്റി, എക്കണോമിക് കൺസിഡറേഷൻ ഇതെല്ലാം എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഈ ഒരു വോളിയത്തിന് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എക്കണോമി അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ കൺജഷൻ ഉണ്ടാവും അല്ലേ. കൺജഷൻ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ 29 hours, അതായത് ഈ ഒരു ടൈമിന് മുമ്പ് 29 hours ഒരു ഇയറിൽ ഇതിൽ കൺജഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ജനറലി ടേക്കൺ ആൻഡ് അവർലി വോളിയം ഫോർ ഡിസൈൻ. അപ്പോൾ ഇതായിരിക്കും എന്തെടുക്കുക, ടേക്കൺ ആസ് അവർലി വോളിയം ഫോർ ഡിസൈൻ. അപ്പം നമ്മൾ ഈ ഒരു 30th ഹയസ്റ്റ് അവർലി വോളിയം ആയിരിക്കും നമ്മൾ എന്തെടുക്കുക, നമ്മൾ അവർലി വോളിയം ഡിസൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള അവർലി വോളിയം ആയിട്ട് എടുക്കുക ഈ 30th ഹയസ്റ്റ് അവർലി വോളിയം ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ 30th ഹയസ്റ്റ് അവർലി വോളിയം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഓക്കെ, എന്ത് വരാം, നമുക്ക് ചെറിയ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തുനിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരും. 30th ഹയസ്റ്റ് അവർലി വോളിയം ചിലപ്പം ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, നമ്മൾ സാധാരണ ഡിസൈനിന് വേണ്ടിയിട്ട് ഏത് അവർലി വോളിയമാണ് എടുക്കുന്നത്. അപ്പം 30th കൂടെ നമ്മൾ സ്പീഡ് 85% ഒക്കെ പഠിച്ചില്ലേ, അതൊക്കെ മിക്സ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ തരുമ്പോൾ തെറ്റിക്കാതെ 30th ഹയസ്റ്റ് അവർലി വോളിയം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ട്രാഫിക് വോളിയം ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഹൈവേ ഫെസിലിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് 30th ഹയസ്റ്റ് അവർലി വോളിയം ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമ്മളാണ് എന്താണ് ചെയ്യുന്നത്, സ്പീഡ് സ്റ്റഡീസ് ചെയ്യും അല്ലേ. സ്പീഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമ്മൾക്ക് ട്രാഫിക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏതൊക്കെ സ്പീഡിൽ വെഹിക്കിൾസ് പോകും എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സ്പീഡ് സ്റ്റഡീസ് നടത്തുക. അതിലൊന്നാമതാണ് സ്പോട്ട് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
സ്പോർട്സ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ ഒരു വെഹിക്കിളിന്റെ സ്പീഡ് നോക്കുക, അതിനാണ് സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ, ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു വെഹിക്കിൾ പാസ് ചെയ്യുന്നു, അവന്റെ സ്പോർട്സ് സ്പീഡ് നോക്കി. ഓക്കെ, സ്പോർട്സ് സ്പീഡ് നോക്കി. ഇനി അടുത്ത എന്താണ്? റണ്ണിങ് സ്പീഡ്. റണ്ണിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താ? ആവറേജ് സ്പീഡ് മെയിൻറ്റൈൻഡ് ഓവർ എ ഗിവൺ റൂട്ട് വൈൽ എ വെഹിക്കിൾ ട്രാവൽസ് എ ഗിവൺ റൂട്ട് ബിറ്റ്വീൻ ടു ടെർമിനൽ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോവാം. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോവാം. അപ്പം ഞാൻ എത്ര പോകുന്നത്? 40 കിലോമീറ്റർ പെർ അവറിൽ മേളിൽ ഞാൻ പോകാറില്ല. അപ്പം 40 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ കുറച്ച് കുറവ്. അപ്പം എന്ത് ചെയ്യും? എൻ്റെ ഈ സ്പീഡുകളെല്ലാം കൂടെ എടുത്തിട്ട് ആവറേജ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ആവറേജ് ആയിട്ട് മെഷർ ചെയ്തിട്ട് ആ ഒരു സ്പീഡ്, ആ ഒരു റേഞ്ചിലാണ് എന്ത് മെഷർ ചെയ്യുക? നമ്മൾ റണ്ണിങ് സ്പീഡ് മെഷർ ചെയ്യുക. അപ്പോൾ എത്ര സ്പീഡിലാണ് ഞാൻ ആവറേജ് പോയത്? ഇടയ്ക്ക് ഞാൻ 20 പോയി, ഇടയ്ക്ക് ഞാൻ 25 പോയി, കുറച്ച് കഴിഞ്ഞ് 35 പോയി, കുറച്ച് കഴിഞ്ഞ് 40 പോയി, അതിൽ മേലെ പോയിട്ടില്ല. അപ്പോൾ അത് ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എൻ്റെ ആവറേജ് സ്പീഡ് കിട്ടും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവറേജ് സ്പീഡ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്പീഡൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഓവറോൾ സ്പീഡ് ഓർ ട്രാവൽ സ്പീഡ് ഓർ ജേർണി സ്പീഡ്. അപ്പം നമുക്ക് അടുത്തത് വരുന്നത് ഇതൊരു ഗിവൻ ലൊക്കേഷൻ അല്ലെങ്കിൽ 2 ടെർമിനൽസിന് ഇടയിലാണെന്ന് പറഞ്ഞു. അടുത്ത എന്താ? ഓവറോൾ സ്പീഡ് അല്ലെങ്കിൽ എന്താ? ട്രാവൽ സ്പീഡ് അല്ലെങ്കിൽ ജേർണി സ്പീഡ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? ഓവറോൾ സ്പീഡ്, ട്രാവൽ സ്പീഡ്, ജേർണി സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ എഫക്റ്റീവ് സ്പീഡ് വിത്ത് വിച്ച് വെഹിക്കിൾ ട്രാവേഴ്സ് എ ഗിവൺ റൂട്ട് ബിറ്റ്വീൻ 2 ടെർമിനൽ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവ് സ്പീഡാണ്. അപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ റണ്ണിങ് സ്പീഡൊക്കെ ആവറേജ് സ്പീഡാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റീവ് സ്പീഡ് വിത്ത് വിച്ച് എ വെഹിക്കിൾ ട്രാവേഴ്സ് എ ഗിവൺ റൂട്ട് ബിറ്റ്വീൻ 2 ടെർമിനൽ. അപ്പം നമുക്കിപ്പോൾ ഈ ജേർണി സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ചിലപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല, വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിൽ എഫക്റ്റീവായിട്ട് ഏത് സ്പീഡിൽ പോകണം? ഓക്കെ, ഓവറോൾ ഏത് സ്പീഡിൽ പോയാൽ അവിടെ കറക്റ്റ് സമയത്ത് എത്താം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീഡിൽ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു എഫക്റ്റീവ് സ്പീഡിൽ, നല്ലൊരു സ്പീഡ്, ഒരു റേഞ്ചാണ്. ഇപ്പോൾ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഇത്ര സ്പീഡിൽ മേളിൽ പോകണം എന്നൊക്കെ പറയും അല്ലേ? ഒത്തിരി പതുക്കിയൊന്നും അതിൽ കൂടെ പോകാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവറോൾ സ്പീഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ജേർണി സ്പീഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? സ്പീഡ് സ്റ്റഡീസ്. ഇനിയും സ്പോർട്സ് സ്പീഡ് സ്റ്റഡി, അതായത് നമ്മൾ സ്പോർട്സ് സ്പീഡിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ സ്പോർട്സ് സ്പീഡ് നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുക? സ്പോർട്സ് സ്പീഡ് നമ്മൾ മെഷർ ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് ഈനോസ്കോപ്പ് മെത്തേഡ് അല്ലെങ്കിൽ മിറർ ബോക്സ് മെത്തേഡ് എന്ന് പറയും. ഈനോസ്കോപ്പ്, ഈനോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ ഒരു പൊടി പോലെ, അതുപോലൊരു സാധനമാണ് ഈനോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇതുപോലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ കറക്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഈ ഒരു ഗണ്ണ് മാതിരിയൊക്കെ ഇരിക്കും, ഇവിടെ ഒരു ഹാൻഡിലായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈനോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈനോസ്കോപ്പിന് നമുക്ക് വേറൊരു പേരും പറയും, മിറർ ബോക്സ് എന്നും പറയും. ഈനോസ്കോപ്പ് മെത്തേഡ് അല്ലെ മിറർ ബോക്സ്. അപ്പം നമ്മൾ സ്പോർട്സ് സ്പീഡ് സ്റ്റഡി യൂസ് ചെയ്യുന്ന അതിനു വേണ്ടി ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈനോസ്കോപ്പ് എന്നും ഓപ്ഷനിൽ വരാം, പിന്നെന്ത് വരാം? മിറർ ബോക്സ് എന്നും വരാം. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്തിരുന്നോണം, കണ്ടോ ഇതിനകത്തൊരു മിറർ ഒക്കെ ഉണ്ട്. അപ്പോൾ മിറർ ബോക്സ് എന്നും വരാം. ഓക്കെ, ഇനിയും ഇതിനകത്ത് മിറേഴ്സ് നമ്മൾ 45 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈനോസ്കോപ്പ് നമ്മൾ ഒരു 50 മീറ്റർ ഒബ്സർവറിയിൽ നിന്ന് മാറിയിട്ട് പിടിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരാളുടെ സ്പീഡാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡാണ് വേണ്ടെങ്കിൽ അതിൽ നിന്ന് അറൗണ്ട് 50 മീറ്റർ മാറി ഈനോസ്കോപ്പ് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്പീഡ് നമുക്ക് കിട്ടും. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? സിമ്പിളാണ് അല്ലേ, ചീപ്പാണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അവിടെ പോയി അയാളുടെ വണ്ടിക്കകത്ത് പോയി അയാളുടെ വണ്ടിയിലെ സ്പീഡ് മീറ്റർ നോക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് സൈഡിൽ നിന്ന് ഇത് വെച്ചിട്ട് ഈനോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? പ്രോഗ്രസ് വളരെ ലോ ആയിരിക്കും. പിന്നെന്താ? മൾട്ടി ലൈൻ ട്രാഫിക് ഒക്കെ വരുമ്പോഴത്തേനും ഒത്തിരി ഡിസ്റ്റൻസ് വരത്തില്ലേ? മൾട്ടി ലൈൻ ട്രാഫിക് ഒക്കെ വരുമ്പോൾ, അപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്കത് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ഇതിനകത്ത് ഹ്യൂമൻ എറർ വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹ്യൂമൻസ് അല്ലേ സ്പീഡ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ സ്പീഡ് റീഡ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണ് ഹ്യൂമൻ എറർ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈനോസ്കോപ്പ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി അടുത്തത് ഓക്കെ, നമ്മൾ 30th ഹയസ്റ്റ് അവർലി വോളിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അതിൻ്റെ ഗ്രാഫാണിത്. അപ്പം 30th ഹയസ്റ്റ് അവർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കണ്ടോ ഗ്രാഫിൽ അവർലി ട്രാഫിക് വോളിയം അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ഡെയിലി ട്രാഫിക്. അപ്പം നമ്മൾ അവർലി ട്രാഫിക് വോളിയമാണ് 0, 10, 20, 30, 40 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് അവേഴ്സ് ഇൻ 1 ഇയർ വിത്ത് വിച്ച് ട്രാഫിക് വോളിയം എക്സീഡ്സ് എ പർട്ടിക്കുലർ അവർ. അപ്പോൾ 0 തവണ എക്സീഡ് ചെയ്യുക, 1 തവണ, 2 തവണ, അങ്ങനെ വന്നിട്ട് 20 കഴിഞ്ഞിട്ട് 30 തവണ എക്സീഡ് ചെയ്യുന്നൊരു ടൈം എടുക്കും. ഓക്കെ, അതായിരിക്കും 30th ഹയസ്റ്റ് അവർ ആയിട്ട് നമ്മൾ എന്തായിട്ട് എടുക്കുക, അതിൻ്റെ ആ ഒരു വോളിയം ആയിരിക്കും നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്ന? സ്പീഡ് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന അതർ മെത്തേഡ്സ്. നമ്മളൊരു ഈനോസ്കോപ്പ് മെത്തേഡിൽ പറഞ്ഞു. അപ്പോൾ സ്പീഡ് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന അതർ മെത്തേഡ് ഒന്നാമത്തെ എന്താണ്?
പ്രഷർ കോൺടാക്ട് സ്ട്രിപ്പ് മെത്തേഡ്, ഇതിൻ്റെ പേര് മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. പ്രഷർ കോൺടാക്ട് സ്ട്രിപ്പ് മെത്തേഡ്, പിന്നെ എന്താണ് റഡാർ സ്പീഡ് മീറ്റർ മെത്തേഡ്, അതിൽ സ്പീഡ് ഗണ്ണ്, ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി ടു യൂസ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതർ മെത്തേഡ്സിൽ റഡാർ സ്പീഡ് മീറ്റർ മെത്തേഡ്, റഡാർ സ്പീഡ് മീറ്റർ മെത്തേഡാണ് നമുക്ക് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒന്ന് ടൈം ലാപ്സ് മെത്തേഡ്, പിന്നെ ഇലക്ട്രോണിക് മീറ്റർ മെത്തേഡ്, ഫോട്ടോ ഇലക്ട്രിക് മീറ്റർ മെത്തേഡ്. ടൈം ലാപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിതിൽ വേറെ മെത്തേഡ്സിലൊക്കെ വെലോസിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, സ്പോർട്സ് സ്പീഡുകളൊക്കെ മെഷർ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് ഈ സ്പോർട്സ് സ്പീഡ് ഡേറ്റ കിട്ടും അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം, ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവുകൾ യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ യൂസ് ചെയ്യാം, ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഡുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാ, 85th പെർസെൻറ്റേജ് സ്പീഡ്, അല്ലെങ്കിൽ 98th പെർസെൻറ്റേജ് സ്പീഡ്, 50th പെർസെൻറ്റേജ് സ്പീഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 85th പെർസെൻറ്റേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താ, സ്പീഡ് അറ്റ് ഓർ ബിലോ വിച്ച് 85% of vehicles are passing a point on a highway, or only 15% of vehicles exceed the speed at that point. This is adopted for safe speed limit at this zone. അപ്പോൾ എനിക്കൊരു സോൺ ഉണ്ട്, ഒരു 1 കിലോമീറ്റർ സോൺ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കൂടെ പോകുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുക. അപ്പോൾ ഒരുത്തൻ 85 പോയി, ഒരുത്തൻ 80 പോയി, ഒരുത്തൻ 70 പോയി, വേറെയുള്ള 40 പോയി, വേറെയുള്ള 30 പോയി, വേറെയുള്ള 120 പോയി, 100 പോയി, ഓരോരുത്തർ ഓരോ സ്പീഡിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതിനകത്തുനിന്നൊരു സ്പീഡ് എടുക്കും. അതിനകത്ത് ആ ഒരു സ്പീഡിൻ്റെ 85% ഓഫ് വെഹിക്കിൾസും ഈ ഒരു സ്പീഡിലോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് പാസ് ചെയ്തേക്കുന്നത്. ബാക്കി കുറച്ച് വെഹിക്കിൾസ് അതിൽ മേളിൽ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഒരു 85% ഓഫ് വെഹിക്കിൾസും ആ ഒരു ഹൈവേ ദ സ്പീഡ് അറ്റ് ഓർ ബിലോ, അതിലോ അതിൽ താഴെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സ്പീഡിനെ ഞാൻ എന്തിരിക്കും, ആ ഹൈവേയുടെ സേഫ് സ്പീഡായിട്ട് എടുക്കും. മനസ്സിലായോ? അതാണ് എന്ത്, 85th പെർസെൻറ്റേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് 98th പെർസെൻറ്റേജ് സ്പീഡ്. ഓക്കെ, 98th പെർസെൻറ്റേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ ദ സ്പീഡ് പർപ്പസ് ഓഫ് ഹൈവേ ജോമെട്രിക് ഡിസൈൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു 85th ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, സേഫ് സ്പീഡ് ലിമിറ്റ് ആയിട്ട് എടുക്കുക. പക്ഷേ നമ്മൾ ഹൈവേ ജോമെട്രിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹൈവേ എല്ലാ വെഹിക്കിൾസിനും പോകാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ 80ന് മേളിൽ പോകുന്ന 3-4 വെഹിക്കിൾസും എൻ്റെ ഹൈവേ കൂടെ എങ്ങനെയായിട്ട് പോകണം, സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകണം. അപ്പം എൻ്റെ ഹൈവേ ഡിസൈൻ ചെയ്യുന്നത്, ഹൈവേ ജോമെട്രിക് ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ ഈ 98th പെർസെൻറ്റേജ് സ്പീഡിലായിരിക്കും. ഇനി അടുത്താണ് 15th പെർസെൻറ്റേജ് സ്പീഡ്. ഓക്കെ, അതാണ് നമ്മുടെ അതിൽ വേണ്ട മിനിമം സ്പീഡ് എന്ന് പറയുന്നത്. അതിൽ താഴെ പോകാൻ പാടില്ല. അതായത് 15% ഓഫ് വെഹിക്കിൾസ് എന്ത് ചെയ്യുക, അതിൽ താഴെയുള്ള വെഹിക്കിൾസ് അല്ലെ 15%, ഒരു 15% നമ്മൾ സെറ്റ് ചെയ്യും. ആ ഒരു സ്പീഡിന് താഴെ നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ പാടില്ല. അതാണ് 15th പെർസെൻറ്റേജ് സ്പീഡിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫ് സ്പീഡായിട്ട് 85th കൊടുക്കും, ജോമെട്രിക് ഡിസൈൻ 98th കൊടുക്കും, പിന്നെ മിനിമം സ്പീഡായിട്ട് 15th പെർസെൻറ്റേജ് എടുക്കും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ, 3 മാർക്കിൽ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മോഡൽ സ്പീഡ് എന്താണെന്ന് പറയുന്നത്. മോഡൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, ദ സ്പീഡ് അറ്റ് വിച്ച് ഗ്രേറ്റർ നമ്പർ ഓഫ് വെഹിക്കിൾസ് ട്രാവൽ. അപ്പം ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് ഈ ഒരു മോഡൽ സ്പീഡിലായിരിക്കും പാസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുക. അതായത് ഓരോ വെഹിക്കിൾസ് ഇപ്പം 30 വെഹിക്കിൾസ് ഇന്ന സ്പീഡിൽ പോകുന്നു, 100 വെഹിക്കിൾസ് ഇന്ന സ്പീഡിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു സ്പീഡിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചാൽ എൻ്റെ മോഡൽ സ്പീഡായിരിക്കും ആ പീക്ക്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ പീക്കായിട്ട് വരിക. ഓക്കെ, അപ്പോൾ മോഡൽ സ്പീഡ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മോഡ് മീഡിയൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലൊക്കെ തന്നെയാണ് സാധനങ്ങളാണ്. ഇനി അടുത്തെന്താ, മീഡിയൻ സ്പീഡ്. മീഡിയൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, മിഡിൽ സ്പീഡ് അല്ലെങ്കിൽ 50th പെർസെൻറ്റേജ് സ്പീഡ്. അപ്പോൾ കുറേ വെഹിക്കിൾസ് കുറേ സ്പീഡിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു മീഡിയൻ വരുന്ന ആ സ്പീഡ് എത്രയാണ്, അതാണ് എന്ത്, മീഡിയൻ സ്പീഡ് അല്ലെങ്കിൽ 50th പെർസെൻറ്റേജ് സ്പീഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് സ്പോർട്സ് സ്പീഡുകളെ രണ്ടായിട്ട് തിരിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ് സ്പീഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയായിട്ട് തിരിക്കാം, സ്പേസ് മീൻ സ്പീഡ്, ടൈം മീൻ സ്പീഡ് എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ടൈം മീൻ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടൈം മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ഓഫ് ഓൾ വെഹിക്കിൾസ് പാസിംഗ് എ പോയിന്റ് ഓൺ എ ഹൈവേ ഓവർ സം സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഓക്കെ, ദിസ് ഈസ് ആവറേജ് ഓഫ് സ്പോർട്സ് സ്പീഡ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റെപ്പറ്റേഷൻ വന്നിട്ടുണ്ട്.
പോയിന്റ് ഓൺ എ ഹൈവേന്ന് രണ്ടോണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാസിങ് എ പോയിന്റ് ഓൺ എ ഹൈവേ ഓവർ സം സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് എടുക്കുക, ഒരു 5 മിനിറ്റ്സ് എടുത്തെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ്സിൽ അവിടെ കൂടെ പോകുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ സ്പോട്ട് സ്പീഡ് V1 V2 V3 എല്ലാ വെഹിക്കിൾസിൻ്റെ സ്പോട്ട് സ്പീഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവന്മാരുടെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ടൈം മീൻ സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്പേസ് മീൻ സ്പീഡ്. എന്താണ് സ്പേസ് മീൻ സ്പീഡ്? സ്പേസ് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ is defined as the average speed of all vehicles occupying a section of a highway over some specified time period. This is harmonic mean of spot speed. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഒരു സ്പെസിഫിക് ടൈമിലാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കണ്ടോ, വെഹിക്കിൾസ് ഓക്യുപ്പൈങ് എ ഗിവൺ സെക്ഷൻ. അപ്പം എന്താണ്, ഒരു ഗിവൺ സെക്ഷനിലുള്ള, ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിലുള്ള എല്ലാ വെഹിക്കിൾസിൻ്റെ സ്പീഡിൻ്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഹാർമോണിക് മീൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അരിത്മെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഹാർമോണിക് മീൻ ഓഫ് സ്പോട്ട് സ്പീഡായിട്ടാണ് നമ്മൾ എന്തെടുക്കുക, സ്പേസ് മീൻ സ്പീഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ സ്പേസിനനുസരിച്ചിട്ട് വരുന്ന സ്പേസ് മീൻ സ്പീഡ്, ടൈമിനനുസരിച്ചിട്ട് വരുന്ന എന്താണ്, ടൈം മീൻ സ്പീഡ്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനിയും നമ്മുടെ VT/VS എന്ന് പറഞ്ഞാൽ ടൈം മീൻ സ്പീഡും സ്പേസ് മീൻ സ്പീഡും. ഓക്കെ, അവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞില്ല. VT എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം മീൻ സ്പീഡാണ്. VS എന്ന് പറഞ്ഞാൽ സ്പേസ് മീൻ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ, VT എന്ന് പറയുന്നത് ടൈം മീൻ സ്പീഡ് എന്ന് പറയുന്നത് VS പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ VS. ഓക്കെ, ഇവിടെ ഈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ബട്ട് mean speeds will always be different from each other except in unlikely event that all vehicles are traveling at same speed. അപ്പം ഈ ഒരു സ്പേസ് മീൻ സ്പീഡും ടൈം മീൻ സ്പീഡും എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ വെഹിക്കിളും ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്തൊരു കേസ് വന്നാൽ സ്പേസ് മീൻ സ്പീഡും ടൈം മീൻ സ്പീഡും ഈക്വൽ ആകാം. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ട്രാഫിക് ഡെൻസിറ്റി. ഇത്ര നേരം നമ്മൾ ട്രാഫിക് വോളിയത്തെ പറ്റി പറഞ്ഞു. ഇനി വരുന്നൊരു ടേമാണ് ട്രാഫിക് ഡെൻസിറ്റി. ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, number of vehicles occupying a unit length of, അല്ല യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, യൂണിറ്റ് ലെങ്ത് ഓഫ് എ ലൈൻ ഓഫ് റോഡ്വേ അറ്റ് ഗിവൺ ഇൻസ്റ്റൻറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് എടുക്കുക, ഇപ്പോൾ 12:05 ഒരു ടൈം എടുക്കുക. ആ ടൈമിൽ ഞാൻ എൻ്റെ ഒരു 1 കിലോമീറ്റർ ലെങ്ത് ഒരു ഹൈവേ സ്ട്രെച്ചിൽ നോക്കുമ്പം അവിടെ എത്ര വെഹിക്കിൾസ് ഉണ്ട്, ഓക്കെ, അവിടെ എത്ര വെഹിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് എന്തെടുക്കുന്നത്, ട്രാഫിക് ഡെൻസിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ട്രാഫിക് വോളിയം, ട്രാഫിക് ഡെൻസിറ്റിയും സ്പീഡിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. Q, അതായത് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് ട്രാഫിക് ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ്, Q ഈക്വൽ ടു KV. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് ട്രാഫിക് ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ്, ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിന് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡിറൈവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഡിറൈവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്? നമുക്ക് ഫ്രം ദ ഫണ്ടമെൻ്റൽ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് പഠിച്ചിട്ടില്ലേ, അതുപോലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ട്രാഫിക് ഡെൻസിറ്റി, ട്രാഫിക് വോളിയം, ട്രാഫിക് ഡെൻസിറ്റി, സ്പീഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് അതർ പാരാമീറ്റേഴ്സിനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത്, ടൈം ഹെഡ് വേ, ഡിസ്റ്റൻസ് ഹെഡ് വേ, ട്രാവൽ ടൈം. ഓക്കെ, എന്താണ് ടൈം ഹെഡ് വേ, ഡിസ്റ്റൻസ് ഹെഡ് വേ ആൻഡ് ട്രാവൽ ടൈം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം ഹെഡ് വേ. ടൈം ഹെഡ് വേ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 സക്സസീവ് വെഹിക്കിൾസ് വിച്ച് ആർ ക്രോസിങ് എ സെക്ഷൻ ഓൺ എ റോഡ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റോഡിലൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്ത് പോയി, ക്രോസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത വെഹിക്കിൾ ഇവിടെ നിന്ന് വന്ന് ഇത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈം ഡിഫറൻസ്, മനസ്സിലായോ? അതിനാണ് എന്ത് പറയുന്നത്, ടൈം ഹെഡ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഹെഡ് വേയുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് HT എന്നാണ്. HT എന്ന് പറയുന്നത് 3600 ഡിവൈഡഡ് ബൈ Q. ഓക്കെ, 60 മിനിറ്റ് × 60 സെക്കൻഡ് എടുക്കത്തില്ലേ, അതാണ് 3600 ഡിവൈഡഡ് ബൈ Q ആണ് ടൈം ഹെഡ് വേ. ഓക്കെ, HT എന്ന് പറയുമ്പോൾ ടൈം ഹെഡ് വേ ഇൻ സെക്കൻഡ്സ് ആണ്. Q എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാഫിക് ഫ്ലോ, അത് വെഹിക്കിൾസ് പെർ അവറിൽ, ഇത് സ്മോൾ Q ആണ്. ട്രാഫിക് ഫ്ലോ ഇൻ വെഹിക്കിൾസ് പെർ അവർ ആണ് Q എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാഫിക് വേണമെങ്കിൽ ടൈം ഹെഡ് വേ ഒക്കെ ചോദിക്കാം. ടൈം ഹെഡ് വേ Q മാത്രം തന്നിട്ട് ടൈം ഹെഡ് വേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3600 ഡിവൈഡഡ് ബൈ നമ്മുടെ Q എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടൈം ഹെഡ് വേ കിട്ടും. ഓക്കെ,
ഇനി അടുത്താണ് ഡിസ്റ്റൻസ് ഹെഡ്വേ. ടൈം ഹെഡ്വേ നമ്മൾ പറഞ്ഞു ഇതുപോലെ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി ആൻഡ് ഈ സംടൈംസ് കോൾഡ് ആസ് സ്പേസിംഗ് അല്ലെങ്കിൽ എന്താണ് സ്പേസ് ഹെഡ്വേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് വെഹിക്കിൾ. അപ്പോൾ എൻ്റെ ഒരു വെഹിക്കിൾ ഇവിടെ നിൽക്കുകയാണ്, അടുത്ത വെഹിക്കിൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ആവറേജ് ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് ഹെഡ്വേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്താണ് അതെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി, അല്ലെങ്കിൽ അതിനെ നമുക്ക് ആ ഡിസ്റ്റൻസ് ഹെഡ്വേനെ നമുക്ക് 1/k എന്ന് വേണമെങ്കിൽ എഴുതാം. k എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൻസിറ്റി ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് സ്പേസിംഗ് അല്ലെങ്കിൽ സ്പേസ് ഹെഡ്വേ എന്ന് പറയാം. ഇവിടെ സ്പേസ് ആണ്, സ്പേസിംഗ് അല്ലെങ്കിൽ സ്പേസ് ഹെഡ്വേ എന്ന് പറയാം. അപ്പോൾ സ്പേസ് ഹെഡ്വേ ഇക്വേഷൻ എന്താണ്? 1/k. ടൈം ഹെഡ്വേ ഇക്വേഷൻ എന്താണ്? 3600 ഡിവൈഡ് ബൈ q. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കണേ. ഇനി അടുത്ത എന്താ? ട്രാഫിക് കപ്പാസിറ്റി. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വന്നിട്ടുള്ള ഏരിയ. അപ്പോൾ ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ റോഡ് വേ ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. അപ്പോൾ എനിക്ക് ഒരു റോഡിൽ എത്ര ട്രാഫിക് വോളിയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എത്ര വണ്ടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, ദ കപ്പാസിറ്റി ഈസ് ദ മാക്സിമം ട്രാഫിക് വോളിയം അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് ഇത്ര വെയിറ്റ് എടുക്കാം, നമുക്ക് അത്ര എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതുപോലെ റോഡിന് എത്ര വെഹിക്കിൾസിനെ താങ്ങാൻ പറ്റും? ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 v/s എന്ന ഇക്വേഷൻ. ഓക്കെ, 1000 v/s. v എന്തായിരിക്കും? അത് സ്പീഡ് ആയിരിക്കും, അത് km/h ഓക്കെ, അതേ ഡിവൈഡ് ബൈ s എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡിസ്റ്റൻസ് ഹെഡ്വേ. ഡിസ്റ്റൻസ് ഹെഡ്വേ എങ്ങനെ കണ്ടുപിടിച്ചേ? 1/k. ഓക്കെ, നമ്മൾ ട്രാഫിക് കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് കപ്പാസിറ്റിയെ പറ്റിയിട്ടാണ്. ബേസിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു തിയററ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയലായിട്ടുള്ള ഒരു കപ്പാസിറ്റിനെയാണ് എന്ത് നമ്മൾ പറയുക? ബേസിക് കപ്പാസിറ്റി എന്ന് പറയുക. ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് അല്ലെ ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് പാസസ് vehicles that passes a given point on a line or roadway during 1 hour under ideal roadway and traffic condition. എൻ്റെ ട്രാഫിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോവുക, റോഡ് നല്ല കണ്ടീഷനിൽ കിടക്കുക. അപ്പോൾ ഒരു 1 hour എത്ര വെഹിക്കിൾസ് ഒരു ഗിവൺ പോയിന്റ് അല്ലെങ്കിൽ ലൈനിൽ കൂടെ പോകും എന്നുള്ളതാണ് എന്ത്? തിയററ്റിക്കൽ അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 റോഡുകൾ നമ്മൾ എടുക്കുക. സെയിം ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? സെയിം ബേസിക് കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? SG+L എന്ന് എടുക്കുക. ഓക്കെ, SG എന്ന് പറഞ്ഞാൽ എന്താ? SG എന്ന് പറഞ്ഞാൽ V × T. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is the ഡിസൈൻ സ്പീഡാണ്. T എന്ന് പറയുമ്പോൾ എന്താ? റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ ആയിരിക്കും. ഓക്കെ, അതായത് ഡിസൈൻ സ്പീഡിനെ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ നേരത്തെ റിയാക്ഷൻ ടൈം അവിടെ പഠിച്ച എത്ര ആയിരുന്നു? 2.5 seconds ആയിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ എടുക്കുന്ന 0.7 seconds ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു V വെലോസിറ്റി 0.7 seconds എടുക്കുക. അതിൻ്റെ കൂടെ ലെങ്ത് ഓഫ് റിജിഡ് വീൽ ബേസ് അറൌണ്ട് 6.1 meter 6 meter എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അത് ആഡ് ചെയ്യുന്നതാണ് എന്ത്? തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. തിയററ്റിക്കൽ കപ്പാസിറ്റി പോലെ തന്നെ വരുന്നൊരു സാധനമാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ എന്താ ഐഡിയലായിട്ട് എടുക്കുന്നതാണ് തിയററ്റിക്കൽ. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? ഡിസൈൻ കപ്പാസിറ്റിയാണ്. പ്രാക്ടിക്കലി എത്ര വരും? ഡിസൈൻ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? the maximum number of vehicles that can pass a given point so that they may not cause unreasonable delay, hazards and restrictions to drivers' freedom to maneuver under the prevailing road condition. അപ്പോൾ ഈ ഒരു സ്പീഡിൽ പ്രാക്ടിക്കൽ ഡിസൈൻ കപ്പാസിറ്റിയിലാണ് വെഹിക്കിൾസ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആ വെഹിക്കിൾസ് അത്രയും വെഹിക്കിൾസ് ഉള്ളതെങ്കിൽ എന്ത് ഉണ്ടാകത്തില്ല? അൺറീസണബിൾ ആയിട്ട് ഡിലേ ഉണ്ടാക്കത്തില്ല. അല്ല, നമ്മൾ ചിലപ്പോൾ പറയും ഭയങ്കര ബ്ലോക്കാന്ന് പറയും അല്ലേ? ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഡ്രൈവർക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഒരു ഫ്രീഡം കൊടുക്കുന്ന വിധത്തിലുള്ളൊരു കപ്പാസിറ്റി ആയിരിക്കും എന്ത്? പ്രാക്ടിക്കൽ കപ്പാസിറ്റി. അപ്പോൾ ഈ പ്രാക്ടിക്കൽ കപ്പാസിറ്റി ആയിരിക്കും നമ്മൾ ഡിസൈനേഴ്സ് ചൂസ് ചെയ്യുക. എന്താ? ഡിലേ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പം ഒരു കപ്പാസിറ്റി ഓഫ് സിംഗിൾ ലൈൻ റോഡ്, ഒരു സിംഗിൾ ലൈൻ റോഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ കൂടെ ലെങ്ത് ഓഫ് റിജിഡ് വീൽ ബേസ് കൂട്ടുന്നതായിരിക്കും. അപ്പോൾ തിയററ്റിക്കൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? SG എന്ന് പറയുന്ന SG+L ആയിരുന്നു എന്ത്? S എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് L. അപ്പോൾ SGയും SL മാറി വരും. SG എന്ന് പറഞ്ഞാൽ VT ആണ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാലോ? VT + V²/2GF നമ്മൾ കണ്ടുപിടിച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ സ്പീഡ് ഓഫ് ട്രാഫിക് ലൈൻ 80 km/h തന്നിട്ടുണ്ട്. ആവറേജ് ലെങ്ത് ഓഫ് വെഹിക്കിൾ 6 meter. അതായത് നമ്മൾ L എന്ന് പറഞ്ഞില്ലേ? ദ കപ്പാസിറ്റി ഓഫ് റോഡ് നമ്മൾ കണ്ടുപിടിക്കണം. വെൻ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ, റിയാക്ഷൻ ടൈം എത്ര തന്നേക്കുന്നത്? 2 seconds ആയിട്ട്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ 0.35 ആയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യണ്ടേ.
ഞാനത് ചെയ്ത് കാണിക്കാവേ. ഇവിടെ ചെയ്യും. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? വി ടി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GF എന്ന് വരും. ഓക്കെ, വി എന്ന് പറയുന്നത് നമുക്ക് 80 km/h ആയിരുന്നു അല്ലേ? 80 × 5 ഡിവൈഡഡ് ബൈ 18 m/s വരും. അതായത് 22.22 എന്ന് വരും. ഓക്കെ, അത്രയും m/s വരും. അപ്പോൾ 22.22 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എത്ര റിയാക്ഷൻ ടൈം തന്നേക്കുന്നത്? 2 അല്ലേ? വി സ്ക്വയർ എന്ന് വരും അടുത്തത്. ഓക്കെ, വി ടി ആയി. വി സ്ക്വയറിൻ്റെ ടൈം 22.22 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു 0.35 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക 116 meters എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞത്? നമ്മുടെ കപ്പാസിറ്റി എസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? നമ്മൾ ഡിസൈൻ സ്പീഡ് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഡിസൈൻ കപ്പാസിറ്റി അല്ലേ ചോദിച്ചേക്കുന്നത്? കപ്പാസിറ്റി ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ എന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ എത്ര വരും? 116 പ്ലസ് ലെങ്ത് ഓഫ് റിജിഡ് ബി 6 മീറ്റർ ആകുമ്പോൾ 122 meters വരും. എസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടി? എസ് കിട്ടി. എസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കപ്പാസിറ്റി ഓഫ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സി കണ്ടുപിടിക്കണം. ട്രാഫിക് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? ട്രാഫിക് കപ്പാസിറ്റി സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1000 വി ഡിവൈഡഡ് ബൈ എസ് ആയിരുന്നു. അപ്പോൾ 1000 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുമ്പോൾ 122 അത്ര വരുമ്പോൾ 656 vehicles per hour എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 656 vehicles per hour എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ഒന്നുകൂടെ നോക്കിക്കോണം. അപ്പോൾ നമുക്ക് ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട്, എന്താ ആവറേജ് ഡെപ്ത് ഓഫ് വെഹിക്കിൾ തന്നിട്ടുണ്ട്, കപ്പാസിറ്റി ഫ്രോഡ് കണ്ടുപിടിക്കണം, റിയാക്ഷൻ ടൈം തന്നിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? പ്രാക്ടിക്കൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എസ്സിനെ എവിടെ കൊണ്ടിടണം? 1000 V/S എന്നുള്ള നമ്മുടെ ഇക്വേഷനകത്ത്, അതായത് ട്രാഫിക് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് കൊണ്ടിടണം. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പേസ് സൈഡ് വേ ആയിരുന്നു അല്ലേ? എസ് സ്പേസ് സൈഡ് വേ ആയിരുന്നു. അത് രണ്ട് വിധത്തിൽ കണ്ടുപിടിക്കും. എങ്ങനെയൊക്കെയാണ്? 1/k എന്ന് കണ്ടുപിടിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ബേസിക് കപ്പാസിറ്റി കാണുവാണെങ്കിൽ SG+L എന്ന് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി കാണുവാണെങ്കിൽ എസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഇക്വേഷനകത്ത് നമ്മൾ എന്താ എസ്സിന് രണ്ട് ഇക്വേഷൻ വരാം, അതായത് രണ്ട് കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ആയത് കാരണം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്ലസ് എൽ കൊടുത്തു, അല്ലെങ്കിൽ SG+L കൊടുത്ത് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനിപ്പം റബ്ബ് ചെയ്യാണ്. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ട്രാഫിക് സ്ട്രീം മോഡൽസിനെ പറ്റിയിട്ടാണ്. ട്രാഫിക് സ്ട്രീം മോഡൽസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഒരു ട്രാഫിക്കിൻ്റെ, അതായത് ഒരു ട്രാഫിക് എങ്ങനെയുള്ള, അതായത് ട്രാഫിക് എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്ന കുറച്ച് മോഡൽസാണ് ട്രാഫിക് സ്ട്രീം മോഡൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെയാണ് ഗ്രീൻഷീൽഡ് മാക്രോസ്കോപ്പിക് സ്ട്രീം മോഡൽ, അടുത്തത് ഗ്രീൻബർഗ്സ് ലോഗരിതമിക് മോഡൽ, പിന്നെ അണ്ടർവുഡ്സ് എക്സ്പോണൻഷ്യൽ മോഡൽ. അപ്പോൾ ഈ ഒരു മോഡൽസൊക്കെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ട് ക്വസ്റ്റ്യൻ വരാം. ദെൻ അല്ലെ ട്രാഫിക് സ്ട്രീം മോഡൽസ് 4 എണ്ണത്തിൻ്റെ പേര് തന്നിട്ട് ഒരെണ്ണം ഇല്ലാത്തത് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഇതെല്ലാം എന്താ മോഡൽസാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം ട്രാഫിക് സ്ട്രീം മോഡൽസിൽ എന്തൊക്കെയാണ്? ഒന്ന് ഗ്രീൻ ഷീൽഡ്, ഗ്രീൻബർഗ്, അത് ഓർക്കാമല്ലോ. മാക്രോസ്കോപ്പിക് സ്ട്രീം മോഡൽ, ലോഗരിതമിക് മോഡൽ, അടുത്തത് അണ്ടർവുഡ് എക്സ്പോണൻഷ്യൽ മോഡൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ ഷീൽഡ് മോഡലാണ്. ഗ്രീൻ ഷീൽഡ് മോഡലിൽ 3 ഗ്രാഫ് വരുന്നുണ്ട്, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി 2 മോഡൽ നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ട്രാഫിക് സ്ട്രീം മോഡൽസ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ട്രാഫിക് സ്ട്രീം മോഡൽസിൽ പഠിക്കുന്നത് ഗ്രീൻ ഷീൽഡ് മാക്രോസ്കോപ്പിക് സ്ട്രീം മോഡലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഗ്രീൻ ഷീൽഡ് അസ്യൂം ചെയ്യുന്നത് സ്പീഡും ഡെൻസിറ്റിയും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് സ്പീഡ് കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കും, സ്പീഡ് കുറവാണെങ്കിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹം സ്പീഡിന് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു, VF × 1 - K/kg. നമുക്കറിയാം Q എന്താണ്? KV ആണ്. അപ്പോൾ Qയിൽ K കൊടുത്തു, Vക്ക് പകരം VF × 1 - K/kg എന്ന് കൊടുത്തു, VF × K - K² /kg എന്ന് വന്നു.
ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ക്യൂവിൻ്റെ മാക്സിമം കണ്ടുപിടിക്കുക, ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്തിട്ട് മാക്സിമം കണ്ടുപിടിക്കുമ്പം നമുക്ക് മാക്സിമം ക്യൂ മാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്, വി എഫ് ഇൻറ്റു കെ ജെ ബൈ 4 എന്ന. അപ്പോൾ ഇത്രയും ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു ഇക്വേഷൻ ക്യൂ വി എഫ് ഇൻറ്റു കെ ജെ ബൈ 4. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചോണം, വി എഫ് ഇൻറ്റു കെ ജെ ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ഇക്വേഷൻ പഠിച്ചോണേ. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ടേംസ് പറഞ്ഞല്ലേ. അപ്പം വി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വി എന്ന് പറയുമ്പം മീൻ സ്പീഡായിരുന്നേ, വി എന്ന് പറയുമ്പം മീൻ സ്പീഡായിരുന്നു, ഡെൻസിറ്റി ആയിരുന്നു കെ. വി എഫ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നോട്ട് ചെയ്തോണേ, വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ മീൻ സ്പീഡ്, ഫ്രീ മീൻ സ്പീഡ്, അതിന് തന്നെ നമുക്ക് ഡിസൈൻ സ്പീഡ് എന്നും പറയാം. കെ ജെ എന്ന് പറഞ്ഞാൽ എന്താ, ജാം ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണേ, സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയേ, നമുക്ക് ഇതിൻ്റെ 3 ഗ്രാഫ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം ക്വസ്റ്റിനകത്ത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ആദ്യത്തേത് നമ്മുടെ എന്താ, ക്യൂ, ട്രാഫിക് ഫ്ലോനെയും ഡെൻസിറ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ള. ട്രാഫിക് ഫ്ലോ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ, ട്രാഫിക് ഫ്ലോ കൂടുന്നു, ഡെൻസിറ്റിയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഒരു ലെവൽ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ട്രാഫിക് ഫ്ലോയും കുറയും, പിന്നെ ഡെൻസിറ്റി എന്തായും കുറഞ്ഞുകൊണ്ടിരിക്കും, അത് 0 ആവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ തിരിച്ചു നോക്കിയേ, സ്പീഡിനെയും ഫ്ലോനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം സ്പീഡ് വളരെ കൂടുതലായിരുന്നപ്പോൾ എന്തായിരുന്നു, ഫ്ലോ ഇല്ലായിരുന്നു അല്ലേ, ഇവിടെ 0 പിന്നെ സ്പീഡ് കൂടി, ഫ്ലോ മാക്സിമം വന്നു, പിന്നെ സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ്, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫ്ലോയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും സ്പീഡ് ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞ, സ്പീഡ് കൂടുമ്പം ഡെൻസിറ്റി കുറയും. ഓക്കെ, സ്പീഡ് കൂടുതലാണ്, ഡെൻസിറ്റി കുറവാണ്, സ്പീഡ് കൂടി, ഡെൻസിറ്റി സ്പീഡ് കുറഞ്ഞു, ഡെൻസിറ്റി കൂടി. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരുന്നോണേ. അപ്പോൾ ഈ ഗ്രാഫിന് ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയും, സ്പീഡ് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ, അല്ലെങ്കിൽ സ്പീഡ് ഫ്ലോ കർവ് എങ്ങനെയാണ്, പരാബോളിക് ആണോ ലീനിയർ ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾ സ്പീഡിനെയും ഡെൻസിറ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്, അത് ലീനിയർ ആണ്, ബാക്കി രണ്ടെണ്ണം പരാബോളിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലോ ഡെൻസിറ്റി, അപ്പോൾ ക്യൂ പിന്നെ കെ, ക്യൂ കെ എന്ന് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു അപ്പ് ഇട്ടിരിക്കുന്ന പരാബോള ആയിരിക്കും. അടുത്ത എന്തായിരിക്കും, ബിയും ക്യൂവും വരുമ്പോഴത്തേനും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയും കണക്ട് ചെയ്ത് ഇത് ഓർത്തിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ ഫിഗർ ഒന്ന് 2-3 തവണ നോക്കി ഒന്ന് നോക്കുമ്പോഴത്തേനും അത് മനസ്സിലാവണം. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫ്രീ മീൻ സ്പീഡ് ഓൺ എ റോഡ് വിങ് ഈസ് ഫൗണ്ട് ടു ബി 60 km/h. അപ്പം നമുക്ക് തന്നേക്കുന്ന ഫ്രീ മീൻ സ്പീഡാണ്, വി എഫ് ആണ്, അതെന്ന് പറയുന്നത് 60 km/h ആണ്. അണ്ടർ സ്റ്റോപ്ഡ് കണ്ടീഷൻ ദ ആവറേജ് സ്പേസിംഗ് ബിറ്റ്വീൻ വെഹിക്കിൾ, അത് എത്രയാണ്, 6 മീറ്റർ. രണ്ട് വെഹിക്കിൾസ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ദ കപ്പാസിറ്റി ഓഫ് ഫ്ലോ അസ്യൂമിങ് ലീനിയർ സ്പേസ് ഡെൻസിറ്റി റിലേഷൻ, അപ്പോൾ നമ്മളോട് കപ്പാസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അസ്യൂമിങ് ലീനിയർ സ്പേസ് ഡെൻസിറ്റി റിലേഷനാണ്, നമ്മുടെ എന്താണ് ഡെൻസിറ്റിയും ഇതും തമ്മിൽ സ്പേസ് ഡെൻസിറ്റി ലീനിയർ സ്പേസ് ഡെൻസിറ്റി റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഒരു ജാം ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു വെഹിക്കിളിൽ ജാം കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്, 1 കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്ററിൽ നമുക്ക് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെഹിക്കിൾസ്. അപ്പം 1000 ഡിവൈഡ് ബൈ 6, അതായത് അറൗണ്ട് 166.67 വെഹിക്കിൾസ് പെർ കിലോമീറ്റർ ആണ് നമ്മുടെ ജാം ഡെൻസിറ്റി. ഇനി മാക്സിമം ഫ്ലോർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വി എഫ് ഇൻറ്റു കെ ജെ ബൈ 4 അല്ലേ. വി എഫ് നമുക്ക് ഡയറക്റ്റ്ലി 60 എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, 60 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. 60 ഇൻറ്റു ജാം ഡെൻസിറ്റി 166.67 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, ആൻസർ ഇത് തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കണം, കറക്ഷൻ ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ഇനി അടുത്തത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ OD സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കേട്ടില്ലേ, അതിനാണ് ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഷോസ് ദ എമൗണ്ട് ഓഫ് ട്രാവൽ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ certain destinations.
അതായത് രണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു വീഗാലാൻഡ് പോലെ എല്ലാവരും വരുന്നൊരു സ്ഥലം. അപ്പം നമ്മളൊരു ഒറിജിൻ എടുക്കുക. ഒറിജിൻ ഇപ്പോൾ പാലാരിവട്ടം. ഓക്കെ, അപ്പോൾ പാലാരിവട്ടത്തു നിന്ന് ആ വീഗാലാൻഡിൻ്റെ സ്ഥലത്തോട്ട്. ഓക്കെ, അപ്പോൾ അവിടോട്ട് എപ്പോഴും ആൾക്കാർ പോകും. നല്ലൊരു ഒരു അത്യാവശ്യം എമൗണ്ട് ഓഫ് ട്രാവൽ, കുറച്ച് ആൾക്കാർ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ അവിടെ എന്താണ് ഒരു ട്രാവലിൻ്റെ ഒരു ഒരു ഇതെന്താണ് ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് നമ്പർ ഓഫ് എന്താ വെഹിക്കിൾസ് മൂവിങ് ഇൻ ദാറ്റ് ഏരിയ ഈസ് വെരി ലാർജ് അല്ലേ. അപ്പം ഇനി എന്താണ് ഈ ഒരു ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിൻ്റെ പർപ്പസ് എന്താണ്? അപ്പം നമുക്ക് ഒന്ന് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് ഹൈവേ റൂട്ട്. അപ്പോൾ എനിക്ക് ഒരു ഹൈവേ റൂട്ട് ഡിസൈൻ ചെയ്യണം, അത് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെന്താ, നമുക്ക് ടെർമിനൽസ് ഒക്കെ ഡിസൈൻ ചെയ്യണം. ഇപ്പം നമ്മളൊരു പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു എയർപോർട്ടാണ്, അല്ലെങ്കിൽ ഒരു സീ പോർട്ടാണ്, അങ്ങനെയൊക്കെയുള്ള എന്താ ടെർമിനൽസിൻ്റെയും അതിൽ വരുന്ന ഹൈവേ റൂട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യണം. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, എക്സിസ്റ്റിംഗ് റൂട്ടിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഫെസിലിറ്റീസിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കണം. ഇനി അടുത്ത എന്താണ്, ഡിറ്റർമിനിങ് വൺ വേ റൂട്ട്. അപ്പോൾ ഇതിൽ തന്നെ വൺ വേ റൂട്ട്, സിഗ്നൽ, പാർക്കിങ് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ, പിന്നെ നമുക്ക് ഫ്യൂച്ചർ നീഡ്, എന്തെങ്കിലും ഫ്യൂച്ചറിൽ നീഡ് ഉണ്ടോ, എക്സ്പാൻഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഇൻ്റർചേഞ്ച് ഒക്കെ വരുവാണെങ്കിൽ അത്, ഓക്കെ, ഇൻ്റർചേഞ്ച് ഒക്കെ വരുവാണെങ്കിൽ അത് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് നടത്തണം, ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് നടത്തണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പം നമ്മൾ റോഡിലൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷനിലെ ട്രാഫിക് എഞ്ചിനീയറിങ്ങിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ M.Tech ഒക്കെ ട്രാഫിക് എഞ്ചിനീയറിംഗ് എടുത്ത് അതിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അറിയാം. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡേറ്റ കളക്ഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ്. പിന്നെ ലൈസൻസ് പ്ലേറ്റ്, നമ്മുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പോസ്റ്റ് കാർഡ് സർവേ, ചില ഈ വെഹിക്കിൾസ് ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ പോസ്റ്റ് കാർഡ് അയച്ച് സർവേ നടത്താം. പിന്നെന്താ, ടാക്സ് ഓർ ടിക്കറ്റ്സ് എന്നാണ്, സ്റ്റിക്കേഴ്സ് എന്നാണ്, സ്റ്റിക്കേഴ്സ്, ടാഗ്സ് ഓർ സ്റ്റിക്കേഴ്സ് ഓൺ വെഹിക്കിൾ. ഇപ്പം ചില വെഹിക്കിളിൽ ചില ടാഗ് സ്റ്റിക്കേഴ്സ്, ഇപ്പോൾ ഹിമാലയത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ കാണത്തില്ലേ, നിങ്ങളിങ്ങനെ ഇങ്ങനെ കൊടി പോലൊക്കെ തൂക്കിയിട്ട്, അപ്പോൾ അതുപോലെ ഇതിനകത്തുള്ള ടാഗുകൾ, ചില സ്പെഷ്യൽ സ്റ്റിക്കറുകൾ, പിന്നെ ഹോം ഇൻ്റർവ്യൂ മെത്തേഡ്, പിന്നെ വർക്ക് പ്ലേസ് ഇൻ്റർവ്യൂ മെത്തേഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ കളക്ഷന് നടത്താം. അടുത്തത് പ്രസൻറ്റേഷൻ ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ. ഓക്കെ, ഇനി അടുത്തത് പ്രസൻറ്റേഷൻ ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ. അപ്പോൾ ഇതിന് നമ്മൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ ടേബിൾസ് യൂസ് ചെയ്യും, പിന്നെ ഡിസയർ ലൈൻസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ്, ഡിസയർ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡിസയർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റ. അപ്പോൾ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡേറ്റയെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസയർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻസ് കണക്റ്റിംഗ് ഒറിജിൻ പോയിന്റ്സ് വിത്ത് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒറിജിൻ കാണും, ഒരു ഡെസ്റ്റിനേഷൻ കാണും, അവർ തമ്മിൽ ഞാൻ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഏരിയയിലും ഇതുപോലെ ഡിഫറെൻറ്റ് ഏരിയ ഗ്രൂപ്പ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്യും. പിന്നെ width of desired line is proportional to number of trips in both direction. അപ്പോൾ നമ്മുടെ ഈ width of desired line, ഇപ്പോൾ desired lines കൂടുതലുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്ന് പറയുമ്പോൾ ട്രിപ്പ് കൂടുതലാണ്, ആ ഒരു ഏരിയയിൽ ട്രാവൽ ചെയ്യുന്ന കൂടുതലാണ്. Desired lines density map easily enables to decide the actual desire of road users. അപ്പോൾ ഈ ഡിസൈർ ലൈൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി റോഡ് യൂസേഴ്സിന് ഏത് ലൈനിൽ അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലേക്കാണ് ഏറ്റവും ട്രാവൽ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഏരിയയാണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ റോഡ്സിന് നെസസിറ്റി ഉണ്ടോ, എന്തെങ്കിലും ഡിവിഷൻ കൊടുക്കണോ, ബൈപ്പാസ് കൊടുക്കണോ, ന്യൂ ബ്രിഡ്ജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാൻ പറ്റും. ഇനി അടുത്തത് പൈ ചാർട്ട് വഴി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സർക്കിൾസ് വരയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ട്രിപ്സ്. ഓക്കെ, അപ്പോൾ ഈ പൈ ചാർട്ടിൻ്റെ ഡയമീറ്റർ ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ട്രിപ്പിന് പ്രപ്പോർഷണൽ ആയിട്ട് വരിക. അപ്പോൾ ഡയമീറ്റർ കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് ട്രിപ്സ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക് ലൈൻസ് മേ ബി ഡ്രോൺ ലൈക്ക് ഓർത്തോഗ്രാഫിക് കോണ്ടൂർ. അപ്പം നമ്മൾ ഓർത്തോഗ്രാഫിക് കോണ്ടൂർ ഒക്കെ വരയ്ക്കുന്ന പോലെ ഇതിൽ എന്ത് വരയ്ക്കും, നമ്മൾ കോണ്ടൂർ ലൈൻസ് നമ്മൾ വരയ്ക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ആക്സിഡൻ്റൽ സ്റ്റഡീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിഡൻ്റൽ സ്റ്റഡീസ്. അപ്പോൾ ഈ ആക്സിഡൻ്റൽ സ്റ്റഡീസ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് കൊളീഷൻ ഡയഗ്രാംസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, കൊളീഷൻ ഡയഗ്രാംസ് വരയ്ക്കും, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ റീസൺസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ആക്സിഡൻ്റൽ സ്റ്റഡീസിന് എന്ത് യൂസ് ചെയ്യുന്നു, ഈ കൊളീഷൻ ഡയഗ്രാംസ് ഉള്ള ടേം മിക്കവാറും ഇതാ ക്വസ്റ്റ്യൻ വരിക, അല്ലാതെ അതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവ് കേട്ടോ. ഇനി അടുത്തത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ബേസിക് മാനോവേഴ്സ്, അത് നമ്മൾ റോഡിൽ കൂടെ ഒക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ബേസിക് മാനോവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ബേസിക് മാനോവേഴ്സിൽ വരുന്നതാണ് വീവിങ്, മെർജിങ്, ഡൈവേർജിങ്, ക്രോസിങ്. ഈ 4 മാനോവേഴ്സ് ആണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരിക. ഓക്കെ,
ഡൈവേർജിങ് ടു റൈറ്റ് ആൻഡ് മേർജിങ് ഫ്രം റൈറ്റ് ക്രിയേറ്റ് സം ട്രാഫിക് കൺജഷൻ പ്രോബ്ലംസ്. സാധാരണ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യാം, ഇങ്ങനെ ക്രോസ് ചെയ്യാം അല്ലേ, തിരിച്ചും ക്രോസ് ചെയ്യാം, ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയുള്ള ക്രോസിംഗ് മൂവ്മെന്റ് ഉണ്ടാകാം. ഒരു ലൈനിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് ഡൈവേർജ് ചെയ്യാം, ഒരു ലൈനിൽ കൂടെ പോയിട്ട് ലെഫ്റ്റിലോട്ട് ഡൈവേർജ് ചെയ്യാം. അപ്പോൾ ഈ ഡൈവേർജിങ് ടു ദ റൈറ്റ്, അപ്പോൾ ഇവിടെ ഒരു വെഹിക്കിൾ, ഇവിടെ വേറെ വെഹിക്കിൾസ് വരുന്നുണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ആ റൈറ്റിലേക്ക് ഡൈവേർജ് ചെയ്യുന്നതും, പിന്നെ ഇതിനാണ് നമ്മൾ വീവിങ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പാരലായിട്ട് പോയി കഴിഞ്ഞിട്ട് വീവ് ചെയ്ത് പോവുക, തിരിച്ചിതുപോലെ തന്നെ പോയി വീവ് ചെയ്ത് പോവുക. പിന്നെ മേർജിങ് എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരിടത്തു നിന്ന് ഈ റോഡിലോട്ട് വന്ന് ചേരുക, ഇതുപോലെ തന്നെ വേറൊരിടത്തു നിന്ന് ഇങ്ങോട്ട് വന്ന് ചേരുക. ഓക്കെ, മേർജിങ് ഫ്രം റൈറ്റ്, അപ്പോൾ റൈറ്റിൽ നിന്നുള്ള മേർജിങ്ങും റൈറ്റിലോട്ടുള്ള ഡൈവേർജിങ്ങും ഒക്കെ എന്താണ്, ട്രാഫിക് റെഗുലേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത്, അപ്പം ഇത്രയും വീവിങ് ഓപ്പറേഷൻസ് ഒക്കെ ഓർത്തോണം. ഇനി അടുത്തത് നമ്പർ ഓഫ് പോയിന്റ് ഓഫ് കോൺഫ്ലിക്ട്സ് ഓൺ 2 lane റോഡ്സ് മീറ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പം ഈ ഒരു നമ്പർ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ്, എല്ലാവിധ എക്സാംസിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ. അപ്പോൾ ഈ 3 വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കുക, 6, 11, 24. ഓക്കെ, 6 പ്ലസ് 6 12, അതിനൊക്കെ കുറവ് 11, ആ 12 പ്ലസ് 12 24. അപ്പോൾ ഈ 3 വാല്യൂസ് ഓർത്തിരിക്കുക. ബോത്ത് റോഡ്സ് വൺ വേ, ഇപ്പോൾ എൻ്റെ ഈ റോഡും കണക്ട് ചെയ്യുന്ന 2 റോഡുകൾ, ഈ റോഡും വൺ വേ ആണെങ്കിൽ 6 കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സേ ഉള്ളൂ. അതായത് കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സ് പറഞ്ഞാൽ കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസ് ഉള്ള ഇതുപോലുള്ള പോയിന്റ്സിനാണ് കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു റോഡ് 2 വേ ആണ്, അടുത്ത റോഡ് 1 വേ ആണ്. അങ്ങനെ വരുവാണെങ്കിൽ എത്ര വരും, 6 മാറി 11 വരും. 2 റോഡും 2 വേ ആണെങ്കിൽ 24 വരും. അപ്പോൾ ഈ 3 നമ്പറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 3ഉം പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ട്രാഫിക് ഐലൻഡ്. ട്രാഫിക് ഐലൻഡ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ട്രാഫിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേസ്ഡ് കൺസ്ട്രക്ഷൻ വിത്തിൻ ദ റോഡ് വേ. അപ്പോൾ എനിക്ക് റോഡ് വേയിൽ നമ്മൾ റേസ്ഡ് ആയിട്ട് കൊടുത്തേക്കുന്ന ആ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാഫിക് ഐലൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെന്ത്, ഈ ട്രാഫിക് ഐലൻഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ചാനൽസ് ഫോം ചെയ്യും അല്ലേ, ഇതുപോലെ 2 ചാനൽസ് ഫോം ചാനൽസ് ത്രൂ വിച്ച് വെഹിക്കുലർ ട്രാഫിക് മേ ബി ഗൈഡഡ്. അപ്പോൾ ആ ചാനൽസിൽ കൂടെ ആയിരിക്കും നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വെഹിക്കുലർ ട്രാഫിക്കിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, അതുപോലെ തന്നെ വരാവുന്ന ഒരു സാധനമാണ് ഡിവിഷണൽ ഐലൻഡ്. ട്രാഫിക് ഐലൻഡിൽ വരുന്ന ഒരു സാധനമാണ് എന്ത്, ഡിവിഷണൽ ഐലൻഡ്. ഒരു ഫസ്റ്റ് ഫോമാണ്, അതിൻ്റെ ഒരു ഫോമാണ് ഡിവിഷണൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിവിഷണൽ ഐലൻഡ് ആയിട്ട് നമ്മൾ കെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ചെറിയ ഇതുപോലെ കൊടുക്കുന്ന കെർബുകളുണ്ട്. പിന്നെ എന്ത് വരാം, മീഡിയൻസ് വരാം. കെർബ്സ് ഓർ മീഡിയൻസ് കൺസ്ട്രക്റ്റഡ് ടു ഡിവൈഡ് ദ റോഡ് ഇൻറ്റു ലൈൻ. അപ്പോൾ എനിക്ക് റോഡിനെ പ്രത്യേകിച്ച് ലൈനായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെർബുകൾ കൊടുക്കും, ഇതുപോലുള്ള മീഡിയനുകളൊക്കെ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഈ ഡിവിഷണൽ ഐലൻഡ്സ് ഒക്കെ കൊടുത്താൽ എന്താണ് ഒരു അഡ്വാൻറ്റേജ്, എന്താ, ഹെഡ് ഓൺ കൊളീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വെഹിക്കിളും തമ്മിൽ ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാവാതെ ഇത് നമ്മൾ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. അടുത്തത് ചാനലൈസിങ് ഐലൻഡ്. അപ്പം ചാനലൈസിങ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഗൈഡ് ട്രാഫിക് ഇൻറ്റു ചാനൽസ് അറ്റ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ എനിക്കൊരു ഇൻ്റർസെക്ഷനിൽ ഒരു ചാനലൈസിങ് ഐലൻഡ് പോലെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, അത് ഒരു എന്താ ചാനലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ട്രാഫിക്കിനെ ഗൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർസെക്ഷൻ വരയ്ക്കാം, ഇങ്ങനെ വരച്ചു. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, ഒരു ചാനലൈസിങ് ഐലൻഡ് കൊടുത്തു. ഓക്കെ, ഇങ്ങോട്ടുള്ള വെഹിക്കിൾസ് ഇങ്ങനെ പോവാണ്, ഇതുവഴി വരുന്ന വെഹിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യപ്പെടും അല്ലേ, ഇങ്ങോട്ട് പോകാൻ ഗൈഡ് ചെയ്യും. അതുപോലെ ഇവിടെ നിന്ന് വരുന്ന വെഹിക്കിൾസ് ഇങ്ങനെ പോകാൻ ഗൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ചാനലൈസിങ് ഐലൻഡ് എന്ന് പറഞ്ഞു. ഒരെണ്ണം വരച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് വരച്ച് വെച്ചോണേ നോട്ട്സ് എഴുതുമ്പോഴേ. ഇനി അടുത്തത്, അത് നമുക്ക് ഇങ്ങനെ റോഡുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു ചാനലൈസിങ് ഐലൻഡ് കൊടുത്തു, ഇവിടെ ഒരു ചാനലൈസിങ് ഐലൻഡ് കൊടുത്തു. കുറച്ചുകൂടെ സെൻറ്ററിലാണ് വരച്ചപ്പോഴായപ്പോൾ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, ഇതുവഴി വരുന്ന വെഹിക്കിള് ഓക്കെ ഇങ്ങനെ പോവാം, ഇവിടെ വരുന്ന വെഹിക്കിള് ഇങ്ങനെ പോവാം. പിന്നെ ഇതുവഴി വരുന്ന വെഹിക്കിൾസ് ആണെങ്കിലോ ഇങ്ങനെ പോകും. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ചാനൽസ് പോലെ ആക്കി ട്രാഫിക്കിനെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങോട്ടല്ല പോകേണ്ടത്, ഇതുവഴി കയറി പോകേണ്ടതെന്ന്. ഇവിടെ വരുമ്പോഴേ ഒന്ന് ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇതുവഴി കയറി ഇങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ക്ലിയർ ആവും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ചാനലൈസ് ചെയ്യും. ചാനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാഫിക്കിനെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യാൻ ഇവൻ ഹെൽപ്പ് ചെയ്യും. അടുത്താണ് പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്. അപ്പം പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാധാരണ ബസ് സ്റ്റോപ്പുകളിലൊക്കെയാണ് പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുക.
പിന്നെന്താ മൾട്ടി ലൈൻ ഹൈവേസിൽ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ പെഡസ്ട്രിയൻസിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്, അതുപോലെ തന്നെ മൾട്ടി ലൈൻ ഹൈവേയിലൊക്കെ നമുക്ക് ഇവിടെ വന്ന് പെഡസ്ട്രിയൻ നിന്നിട്ട് അടുത്ത വെഹിക്കിൾസ് പോയി കഴിഞ്ഞ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, നടന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് നമ്മൾ റെഫ്യൂസ് ഐലൻഡ് എന്നും പറയും കേട്ടോ. എന്താണ് റെഫ്യൂസ് ഐലൻഡ് എന്ന് ചോദിച്ചാലും പെഡസ്ട്രിയൻ ഐലൻഡ് ആണ്. ഇനി അടുത്താണ് റോട്ടറി ഐലൻഡ്. നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ഐലൻഡ് അല്ലേ റോട്ടറി ഐലൻഡ്. നമ്മൾ മിക്ക ടൗണിൽ പോയാൽ ഇതുപോലെ റോട്ടറി കാണും അല്ലേ. അപ്പം നമ്മൾ ഈ റോട്ടറി ഐലൻഡ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഇൻ്റർസെക്ഷൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും നമ്മൾ ഈ റോട്ടറി ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ചെയ്യും? മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോട്ടറി സാധാരണ കൊടുക്കുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന എല്ലാ റോഡുകളും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ, ഇപ്പോൾ കോട്ടയംകാർക്കൊക്കെ ആണെങ്കിൽ അറിയാം, ശീമാട്ടി റൗണ്ടാന എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരെണ്ണമുണ്ട് അല്ലേ. വേറെ എനിക്ക് അറിയത്തില്ല കേട്ടോ. വേറെ പിന്നെ ഇവിടെ കന്യാകുമാരിയിൽ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെയാണ് ഒരെണ്ണമുണ്ട് ഇതുപോലെ. കന്യാകുമാരി നാഗർകോവിൽ ആ റോഡിനെ കണക്ട് ചെയ്തിട്ട് ഒരെണ്ണമുണ്ട്. ഓക്കെ, അപ്പം വേറെ ഇതുപോലെ റോട്ടറി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം എനിക്കൊന്ന് തൃശ്ശൂരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്കെന്താ ഒരു ആ റോഡുകളെല്ലാം എന്താണ് ഒരേ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യാം? മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, പ്രൊവൈഡഡ് വെൻ ഓൾ ദ റോഡ്സ് മീറ്റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ആർ ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഇത് സാധാരണ നമ്മൾ സർക്കുലർ റോട്ടറി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കുലർ റോട്ടറി നമുക്ക് 5 മോറോ അതായത് 5 അതിൽ മോറായിട്ടുള്ള ഇൻ്റർസെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കുലർ റോട്ടറി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സർക്കുലർ റോട്ടറി വന്നിട്ട് എന്തായിരിക്കും വെഹിക്കിൾസ് ചെയ്യുക? അപ്പോൾ ഇതുവഴി, ഇപ്പോൾ ഇവൻ ഇതുവഴിയാണ് വന്നതെങ്കിൽ ഇരിക്കട്ടെ, ഇവൻ ഇതുവഴി വന്നിട്ട് ഇങ്ങോട്ടാണ് പോകണ്ടെങ്കിൽ ഇപ്പം പതുക്കെ ഇങ്ങോട്ട് കയറും അല്ലേ. ഇങ്ങോട്ട് കയറി ഇത് തിരിഞ്ഞ് ഇങ്ങനെ പോകും അല്ലേ, അല്ലെങ്കിൽ ഈ റോഡിൽ കൂടെ കയറി പോകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സർക്കുലർ റോട്ടറി കൂടെ മൂവ് ചെയ്ത് വരാം. ഓക്കെ, ഇനി അടുത്തത് ഈ സർക്കുലർ റോട്ടറി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കേട്ടോ. ഇതിന് കുറച്ച് ഡിസൈൻ ഫാക്ടേഴ്സ് ഉണ്ട്. എന്താ? ആ സർക്കുലർ റോട്ടറിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസൈൻ സ്പീഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസൈൻ സ്പീഡ് എന്ത് ചെയ്യും? നമ്മളൊരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ റോട്ടറി ഇൻ്റർസെക്ഷനിൽ വരുമ്പോൾ സ്പീഡ് കുറയ്ക്കും. നമ്മൾ റൂറൽ ഹൈവേ ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 40 കിലോമീറ്റർ പെർ അവറും അർബൻ ഹൈവേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ 30 കിലോമീറ്റർ പെർ അവറും എന്തായിരിക്കും സ്പീഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ 80 ഒക്കെ പോകുന്ന വെഹിക്കിൾസ് ആയിരിക്കും 40, 30 ഒക്കെ ആക്കിയിട്ട് നമുക്ക് എന്താ റോട്ടറി കൂടെ കയറി ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഷേപ്പ്. ഈ റോട്ടറി ഐലൻഡ് നമ്മൾ സർക്കുലർ ആണ് മെയിൻ ഷേപ്പ് എങ്കിലും എലിപ്റ്റിക്കൽ, ടാൻജൻഷ്യൽ, ടർബൈൻ ഷേപ്പ് എന്നൊക്കെ ഒരുപാട് ഷേപ്സ് വരാം. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ഷേപ്പ് ഓഫ് എ റോട്ടറി സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർബൈൻ ഷേപ്പാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണേ വരാം. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷേപ്പ്. അപ്പോൾ ഇത് കണ്ടോ, സർക്കുലർ, പിന്നെ റൗണ്ടഡ് എഡ്ജ് സ്ക്വയർ പോലെ വന്നിട്ട് അതിന് എഡ്ജ് സ്ക്വയർ ആയിട്ട് എന്താണ് റൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടോ ഇത് എലിപ്റ്റിക്കൽ ഷേപ്പ് കൊടുക്കാം, പിന്നെ ഒരു ഇറഗുലർ ഷേപ്പിൽ കൊടുക്കാം, റെക്റ്റാങ്കുലർ വിത്ത് റൗണ്ടഡ് എഡ്ജ് കൊടുക്കാം. ഒക്കെ ഇങ്ങനെ റോട്ടറി ഐലൻഡിന് ഓരോരോ ഷേപ്പ് വരും, സൈറ്റിനനുസരിച്ചിട്ട് ഷേപ്പ് മാറും. ഇനിയും ഈ റോട്ടറിയിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കിയേ, നമ്മൾ ഡിസൈൻ സ്പീഡിനെ പറ്റി ഷേപ്പിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയുന്ന റേഡിയസ് ഓഫ് റോട്ടറിനെ പറ്റിയിട്ടാണ്. അപ്പം റെക്കമെൻഡഡ് മിനിമം റേഡിയസ്, അതായത് നമുക്ക് ഈ ഒരു റോട്ടറിക്ക് നമുക്ക് കൊടുക്കാവുന്ന മിനിമം റേഡിയസ് എന്ന് പറയുമ്പോൾ 1.33 ടൈംസ് റേഡിയസ് ഓഫ് എൻട്രി കർവ്. അപ്പോൾ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻട്രി കർവ് ഉണ്ടായിരിക്കുമല്ലോ, ആ എൻട്രി കർവിൻ്റെ ആ ഒരു റേഡിയസ് കാണത്തില്ലേ, അതിൻ്റെ 1.33 ടൈംസ് നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇനി റേഡിയസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കീപ്പിംഗ് സൂപ്പർ എലിവേഷൻ 0. അപ്പം നമ്മൾ ഈ ഒരു ഇവിടെ സൂപ്പർ എലിവേഷൻ ഒന്നുമില്ല, 0 സൂപ്പർ എലിവേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ സാധാരണ പഠിച്ചതിലും കുറച്ച് കൂടുതലാണ്. എത്രയാണ്? 0.43, 0.47. എന്തുകൊണ്ടാണ്? ഇവിടെ സ്പീഡ് കുറച്ചേ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന 0.35 എന്നുള്ള വാല്യൂവിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് റോട്ടറി ക്ലിയർ ആയല്ലോ. അടുത്തത് വീവിംഗ് ആംഗിൾ ആൻഡ് വീവിംഗ് ലെങ്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീവിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കേട്ടോ. വീവിംഗ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദ ആംഗിൾ ബിറ്റ്വീൻ ദ പാത്ത് ഓഫ് വെഹിക്കിൾ entering the rotary to that of another vehicle leaving the rotary is called weaving angle. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആംഗിൾ ബിറ്റ്വീൻ പാത്ത് ഓഫ് വെഹിക്കിൾ എൻ്ററിങ് ദ റോട്ടറി. അപ്പം ഞാനൊരു റോട്ടറിയിലോട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അനദർ വെഹിക്കിൾ ലീവ് ചെയ്യുക. അപ്പോൾ ആ ഒരു വേറൊരു വെഹിക്കിൾ ഇതുവഴി ലീവ് ചെയ്യുക. അപ്പോൾ ആ വരുന്ന ആ ഒരു ആംഗിളിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുക? വീവിങ് ആംഗിൾ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അറൗണ്ട് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് സ്മോൾ ആസ് പോസിബിൾ. അറൗണ്ട് 15 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കണം. 15ൽ കുറച്ച് കൂടുതലൊക്കെ ആയിരിക്കും ഇത് വരിക. ഓക്കെ, ഇനി അടുത്തത് വീവിങ് ലെങ്ത്. വീവിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? ഈ വീവ് ചെയ്ത് പോകുന്ന ഈ ലെങ്തിനാണ് വീവിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കയറി ഇവൻ ഇങ്ങനെ വീവ് ചെയ്ത് പിന്നെ തിരിച്ച് ഇതുവഴി ഇറങ്ങിപ്പോയി. ഓക്കെ, ആ ഒരു ലെങ്തിനാണ് നമ്മൾ എന്ത് പറയുക? വീവിംഗ് ലെങ്ത് എന്ന് പറയാം.
ഓക്കെ, അപ്പം വീവിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത് ഓഫ് റോട്ടറി റോഡ് വേ ബിറ്റ്വീൻ എനി ടു അഡ്ജസൻറ്റ് ചാനലൈസിങ് ഐലൻഡ്. അപ്പോൾ ഇവിടെ ഒരു ചാനലൈസിങ് ഐലൻഡ് ഉണ്ട്, ഇവിടെ ഒരു ചാനലൈസിങ് ഐലൻഡ് ഉണ്ട്. അതിന് രണ്ടിനും ഇടയിലുള്ള ലെങ്തിനാണ് നമ്മൾ എന്ത് പറയുക, വീവിംഗ് ലെങ്ത് എന്ന് പറയുക. അപ്പോൾ വീവിംഗ് ലെങ്തിന് വാല്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ സ്പീഡ് 40 km/h വീവിംഗ് ലെങ്ത് അറൗണ്ട് 45 തൊട്ട് 90 മീറ്റർ വരെയും 30 km/h പോകുന്നിടത്താണെങ്കിൽ ഒരു 30 തൊട്ട് 60 മീറ്റർ വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീവിംഗ് ലെങ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ, വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു എൻട്രി കാണും അല്ലേ, അപ്പോൾ ആ എൻട്രി വിഡ്ത്ത് അല്ലെങ്കിൽ എക്സിറ്റ് വിഡ്ത്ത്, ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകുന്ന ഇവിടെ നിന്ന് ഇതുവഴിയാണ് എക്സിറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ എക്സിറ്റ് വിഡ്ത്ത്. അപ്പം ആ മിനിമം വിഡ്ത്ത് അറ്റ് എൻട്രി, ആ എൻട്രിയിലൊരു അറൗണ്ട് എത്ര മീറ്റർ വേണം, 5 മീറ്റർ വിഡ്ത്ത് വേണം എന്നാണ് നമുക്ക് IRC പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി വിഡ്ത്ത് മിനിമം വാല്യൂ എത്രയാണ്, 5 മീറ്റേഴ്സ് ആണ്. ഇനിയും നമുക്ക് വിഡ്ത്ത് ഓഫ് റോട്ടറി റോഡ്വേയുടെ ഇക്വേഷൻ ആണ്. വിഡ്ത്ത് ഓഫ് റോട്ടറി റോഡ്വേ എന്ന് പറയുന്നത് W. അപ്പോൾ വിഡ്ത്ത് ഓഫ് റോട്ടറി റോഡ്വേയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആവറേജ് വിഡ്ത്ത് അറ്റ് എൻട്രി, നമ്മൾ എൻട്രി വിഡ്ത്തും നോൺ വീവിങ്, ആവറേജ് വിഡ്ത്ത് അറ്റ് നോൺ വീവിങ് സെഷൻ, വീവിങ് ഇല്ലാത്തൊരു സെഷൻ എടുത്തിട്ട് അവിടുത്തെ വിഡ്ത്തും എടുക്കുക. എന്നിട്ട് അവന്മാരെ തമ്മിൽ ആഡ് ചെയ്ത് E1 + E2, എൻട്രി വിഡ്ത്ത് ആവറേജ് വിഡ്ത്ത് അറ്റ് നോൺ വീവിങ് സെക്ഷൻ ഡിവൈഡഡ് ബൈ 2 + 3.5, അതിൻ്റെ കൂടെ ഒരു 3.5 കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ റോട്ടറി റോഡ്വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റോട്ടറി റോഡ്വേയുടെ കപ്പാസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വിഡ്ത്ത് കൂടുതലാണ് കപ്പാസിറ്റി കൂടും അല്ലേ. അപ്പം 3.5ൻ്റെ കൂടെ ആവറേജ് വിഡ്ത്ത് അറ്റ് എൻട്രി പ്ലസ് എന്താണ് നോൺ വീവിങ് സെക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 3.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റോട്ടറി വേയുടെ വിഡ്ത്ത് കിട്ടും. ഇനി അടുത്തത് ഗേറ്റിനൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഓഫ് റോട്ടറി റോഡ്. നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ്, പക്ഷേ നമുക്കിതിനകത്തെ ടേംസ് ഒക്കെ ചോദിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഓഫ് റോട്ടറി റോഡ് വേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ ആണ് 280W × 1 + E/W × 1 - C/3 the whole divided by 1 + W/L. ഇതാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് W നമ്മൾ നേരത്തെ പറഞ്ഞ വിഡ്ത്ത് ഓഫ് വീവിംഗ് സെക്ഷൻ നമ്മൾ കാണിച്ചില്ലേ, രണ്ട് ചാനലൈസിങ് ഐലൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് അറൗണ്ട് 16 to 18 മീറ്റേഴ്സ് ഒക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു E1 + E2/2 എന്ന് പറഞ്ഞു. അതിൽ E1 എന്തായിരുന്നു പറഞ്ഞേ, E1 എന്ന് പറയുമ്പോൾ ആവറേജ് വിഡ്ത്ത് അറ്റ് എൻട്രി ആയിരുന്നു. നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ആവറേജ് വിഡ്ത്ത് അറ്റ് എൻട്രി ആണ് E1. അതിൽ E2 എന്ന് പറയുന്നത് ആവറേജ് വിഡ്ത്ത് അറ്റ് നോൺ വീവിംഗ് സെക്ഷൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ബൈ 2 ആണ് E ആയിട്ട് എടുക്കുന്നത്. W വിഡ്ത്ത് ഓഫ് വീവിംഗ് സെക്ഷൻ 1 - P/3. ഈ P എന്ന് പറയുന്നത് എന്താ, പ്രപ്പോർഷൻ ഓഫ് വീവിംഗ് ട്രാഫിക്. അതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് B + C/A + B + C + D എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ABCD എന്ന് പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അതിൽ B എന്ന് പറയുന്നത് എന്താ, ക്രോസിംഗ് ഓർ വീവിംഗ് അല്ലെങ്കിൽ ക്രോസിംഗിൽ അല്ലെങ്കിൽ വീവിംഗ് ട്രാഫിക് അല്ലെങ്കിൽ വീവിംഗ് ട്രാഫിക് ടേണിംഗ് ടുവേർഡ്സ് റൈറ്റ് വൈൽ എൻ്ററിങ് ദ റോട്ടറി. അപ്പോൾ റോട്ടറിയിലോട്ട് എൻ്റർ ചെയ്യുമ്പം റൈറ്റിലോട്ട് തിരിയുന്ന ട്രാഫിക്കുകളിൽ എത്ര ക്രോസിങ്ങും എത്ര വീവിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ, C എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസിംഗ് ഓർ വീവിംഗ് ട്രാഫിക് ടേണിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് വൈൽ ലീവിംഗ് ദ റോട്ടറി. അപ്പോൾ ഈ റോട്ടറിയിലോട്ട് കയറി കഴിഞ്ഞിട്ട് റോട്ടറിയിൽ നിന്ന് ലീവ് ചെയ്ത് പോകുമ്പം ലെഫ്റ്റിലോട്ട് എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ബിയും സിയും വരുന്നത്. ഇനി അതുപോലെ തന്നെ എയും ഡിയും എന്തുവാ, എ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടേണിംഗ് ട്രാഫിക് മൂവിങ് എലോങ് ലെഫ്റ്റ് എക്സ്ട്രീം ലൈൻ, ബി എന്ന് പറയുന്നത് റൈറ്റ് ടേണിംഗ് ട്രാഫിക് മൂവിങ് എലോങ് റൈറ്റ് എക്സ്ട്രീം ലൈൻ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി. എ ലെഫ്റ്റ് ടേണിംഗ് ട്രാഫിക് മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ് എക്സ്ട്രീം, ബി റൈറ്റ് ടേണിംഗ് ട്രാഫിക് മൂവിങ് ടുവേർഡ്സ് റൈറ്റ് എക്സ്ട്രീം, ബി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് റൈറ്റ് ടേണിംഗ് ട്രാഫിക് മൂവിങ് ടുവേർഡ്സ് റൈറ്റ് എക്സ്ട്രീം. ഇനി ബിയും സി എന്ന് പറയുമ്പോൾ ക്രോസിംഗ് ഓർ വീവിംഗ് ട്രാഫിക് ആണ്, ഒന്ന് ടുവേർഡ്സ് റൈറ്റും അടുത്ത ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പിയുടെ വാല്യൂ കിട്ടും P/3 1 + W/L. L എന്ന് പറയുന്നത് വീവിംഗ് ലെങ്ത് ആണ്. ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റോട്ടറിയിൽ വരുന്ന പ്രാക്ടിക്കൽ കപ്പാസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന റോഡ് ഇൻ്റർസെക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ 2 or 3 റോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ റോഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റോഡ് ഇൻ്റർസെക്ഷനെ അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻസ് എന്നിരിക്കാം.
ഓക്കെ, അറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ ഗ്രേഡിൽ ഇതുപോലെ റോട്ടറി ഒക്കെ വരുന്നതാണ് അറ്റ് ഗ്രേഡ്. ഗ്രേഡ് സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ചെന്നൈയിലൊക്കെ ക്ലോവർ ലീഫ് എന്ന് പറയത്തില്ലേ, അതായത് രണ്ട് ഗ്രേഡുകളിലായിട്ടാണ്. അപ്പോൾ ഈ റോഡിൽ നിന്നുള്ള, അതായത് ഈ റോഡിൽ നിന്നുള്ള വെഹിക്കിൾസ് ഇങ്ങനെ ഇതുവഴി ഇറങ്ങി താഴത്തെ റോഡിലോട്ട് ചെല്ലുക. അപ്പോൾ ഈ റോഡ് രണ്ടും രണ്ട് ഗ്രേഡുകളിലായിട്ടാണ്. അപ്പോൾ അതിനാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ഗ്രേഡ് ഇന്റർസെക്ഷൻ നോക്കാം. അറ്റ് ഗ്രേഡ് ഇന്റർസെക്ഷനെ നമുക്ക് അൺചാനലൈസ്ഡ്, ചാനലൈസ്ഡ് തിരിക്കാം. അതായത് നമ്മൾ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അൺചാനലൈസ്ഡ്, ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താ, ദേ ക്രോസ് ഈച്ച് അതർ അറ്റ് സെയിം എലിവേഷൻ. അവർ രണ്ടും ഒരേ എലിവേഷനിലാണ് ക്രോസ് ചെയ്യുക. ഓക്കെ, ഇനി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ഇന്റർസെക്ഷൻ എത്ര ആയിരിക്കണം? ഓക്കെ, രണ്ട് ഇന്റർസെക്ഷൻ തമ്മിൽ അറൌണ്ട് 40 മീറ്റേഴ്സ് എങ്കിലും എന്ത് വരണം, ഡിസ്റ്റൻസ് വരണം. അങ്ങനെയൊക്കെ നമുക്ക് രണ്ട് ഇന്റർസെക്ഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ അറ്റ് ഗ്രേഡ് ഇന്റർസെക്ഷനെ നമുക്ക് രണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോക്കി എന്തൊക്കെയാ, മൾട്ടിപ്പിൾ ഇന്റർസെക്ഷൻസ് വരാം, പിന്നെ എന്ത് വരാം, സ്ക്വയർ ക്രോസിംഗ് വരാം, ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ക്രോസ് ചെയ്യാം, സ്ക്യൂ ക്രോസിംഗ് വരാം, സ്റ്റാഗേർഡ് ജംഗ്ഷൻസ് വരാം, ടി ജംഗ്ഷൻ വരാം, വൈറ്റ് ജംഗ്ഷൻ വരാം. ഇതൊക്കെ എന്താണ്, അറ്റ് ഗ്രേഡ് ഇന്റർസെക്ഷൻസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അടുത്തത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ. നമ്മളിപ്പോൾ ക്ലോവർ ലീഫ് കണ്ടില്ലേ, അതുപോലെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ, അല്ലെങ്കിൽ അതിന് ഇന്റർചേഞ്ച്, ഗ്രേഡ് സെപ്പറേഷൻ ഇന്റർചേഞ്ച് എന്നും പേര് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താ, റോഡ് ക്രോസ് ഈച്ച് അതർ അറ്റ് ഡിഫറെന്റ് ലെവൽ. അപ്പൊ എനിക്ക് താഴെ കൂടെ റോഡ് ഉണ്ട്, മുകളിൽ കൂടെ വേറെ റോഡ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ, അൺഇന്ററപ്റ്റഡ് ത്രൂ മൂവ്മെന്റ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അൺഇന്ററപ്റ്റഡ് മൂവ്മെന്റ്. ഇവിടെയുള്ള വെഹിക്കിൾ ഇങ്ങനെ പോകുന്നതും ഇവിടെയുള്ള വെഹിക്കിൾ ഇങ്ങനെ പോകുന്നതും അൺഇന്ററപ്റ്റഡ് ആയിട്ട്, ഇത് ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അത് ഓവർ ക്രോസിംഗ് ആവാം, അണ്ടർ ക്രോസിംഗ് ആവാം. ഓക്കെ, ഒന്നി മേളിൽ കൂടെ ആവാം, ഒന്നില്ല താഴെ കൂടെ ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർചേഞ്ചുകളെയാണ് നമ്മൾ പറയുന്നത് ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രിഡ്ജ് ഈസ് ആൻ ഇന്റർചേഞ്ച് വിത്തൗട്ട് റാം. അപ്പം നമുക്ക് ബ്രിഡ്ജിനെ ഒരു ഇന്റർചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം, പക്ഷെ അതിൽ എന്തില്ല, റാമ്പ് ഇല്ല. റാമ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന പോർഷൻസ്, റാമ്പ് ഇല്ല. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ റാമ്പ് കണ്ടിട്ടില്ലേ, അപ്പം ബ്രിഡ്ജ് ഒരു ഇന്റർചേഞ്ച് ആണ്, റാമ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഇന്റർചേഞ്ചിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ എന്താ, ഡയറക്റ്റ് ഇന്റർചേഞ്ച്. അപ്പം നോക്കിയേ, ഈ വെഹിക്കിൾസ് താഴെ ഇങ്ങോട്ട് പോകുന്നു, ഇതുവഴി ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെന്ന് കയറുകയാണ് ഡയറക്റ്റ് ഇന്റർചേഞ്ച്. സെമി ഡയറക്റ്റ് ഇന്റർചേഞ്ച് കണ്ടോ, ഇവിടെയുള്ള വെഹിക്കിൾസ് ഒന്നൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ ഡയറക്റ്റ് ആ മൂവ്മെന്റിലോട്ട് ചെന്ന് കയറുകയാണ് സെമി ഡയറക്റ്റ് ഇന്റർചേഞ്ച്. ഇനി ഇൻഡയറക്റ്റ് ഇന്റർചേഞ്ചിൽ എങ്ങനെയായിരിക്കും, നമ്മൾ ഇവിടെയുള്ള വെഹിക്കിൾസ്, ഇവിടെ നിന്നുള്ള വെഹിക്കിൾസ് ഈ ഒരു ലൈനിൽ വരണമെങ്കിൽ ഇത് കടന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരണം. അതാണ് എന്ത്, ഇൻഡയറക്റ്റ് ഇന്റർചേഞ്ച്. അങ്ങനെ 3 ടൈപ്പ് ഇന്റർചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻസ് ഉണ്ട്. ഇനി അടുത്താണ് ഡയമണ്ട് ക്രോസിംഗ്. ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു ക്രോസിംഗ് വരുന്ന റെയിൽവേയിലും ഉണ്ട് ഡയമണ്ട് ക്രോസിംഗ് നമുക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള ഇന്റർചേഞ്ച് എന്തിനാ പറയുന്നത്, ഇന്റർചേഞ്ച് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫോർ ട്രാൻസ്ഫർ ഓഫ് ട്രാഫിക് ഫ്രം വൺ റോഡ് ടു അനദർ വിത്ത് റെഡ്യൂസ്ഡ് സ്പീഡ്. അപ്പോൾ ഈ ഒരു റോഡിൽ നിന്ന് ഈ ഒരു റോഡിലോട്ട് എനിക്ക് ചുമ്മാ സ്പീഡിൽ പോകാൻ പറ്റുമോ, ഇല്ല. ഇവിടുന്നൊക്കെ വണ്ടി വരും, അപ്പോൾ നോക്കി സ്പീഡ് കുറച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയൊരു ബിൽറ്റപ്പ് ഏരിയ ആണ്, അവിടെ നമുക്ക് ഒത്തിരി സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് അബൌട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സെക്ഷൻസിലാണ് നമ്മൾ ഡയമണ്ട് ക്രോസിംഗ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്താണ് ക്ലോവർ ലീഫ്. ക്ലോവർ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു ക്ലോവർ ലീഫ് പോലൊരു ഷേപ്പിൽ വരും. ഓക്കെ, അപ്പോൾ ഈ ക്ലോവർ ലീഫ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലൊക്കെ ഉണ്ട് ക്ലോവർ ലീഫ്. ഇപ്പം കേരളത്തിലും വരാൻ പോകുന്ന NH66 വരാൻ പോകുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോവർ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈ സ്പീഡ് ഇന്റർചേഞ്ച് ആണ്, അതായത് സ്പീഡിൽ പോകാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓപ്പൺ കൺട്രി, അതായത് ഒത്തിരി സ്പേസ് ഉള്ള ഓപ്പൺ ഏരിയയിൽ മാത്രമേ നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് പാർക്കിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, പാർക്കിങ്ങിൽ നമുക്ക് ഓൺ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ കെർബ് പാർക്കിംഗ് കൊടുക്കാം. സ്ട്രീറ്റിൽ തന്നെ കെർബ് കൊടുത്തിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അതിൽ ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് മാറിയിട്ട് ഇതുപോലെ പാർക്കിംഗ് യാർഡ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം കാറുകളെ നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയിലൊക്കെ പാർക്ക് ചെയ്യാം. 90 ഡിഗ്രിയിലാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ്, അതായത് നല്ല പാർക്കിംഗ്, അതായത് നല്ലതായിട്ട് പാർക്ക് ചെയ്യുക, അതായത് എന്താ ഒത്തിരി വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ്. പക്ഷേ സ്പേസ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ 90 ഡിഗ്രി പാർക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ഹൈവേ ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹൈവേക്ക് കൂടെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ലൈറ്റ് വേണം അല്ലേ, നമുക്ക് സൈഡൊക്കെ കാണണം, ഡിവൈഡേഴ്സ് കാണണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, മിനിമം ഇലുമിനേഷൻ റിക്വയർഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് റോഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് റോഡ് ആണെങ്കിൽ അവിടെ എത്ര വേണം, 30 ലക്സ് എന്ത് വേണം, നമുക്ക് ലൈറ്റിംഗ് വേണം. നമ്മൾ ഹൈവേയിലൊക്കെ കണ്ടില്ലേ ഇതുപോലെ പോൾസ് ഒക്കെ കൊടുത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. മെയിൻ റോഡൊക്കെ ആണെങ്കിൽ 15 മതി, ഇമ്പോർട്ടൻറ്റ് റോഡുകളാണെങ്കിൽ 30 ലക്സ് വേണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ഹൈവേയിൽ ലാംപ്സ് സ്പേസ് ചെയ്ത് കൊടുക്കും അല്ലേ, അപ്പോൾ ആ സ്പേസിങ് എത്രയാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്.
അതായത് ഒരു ലാമ്പിൻ്റെ ലൂമൻ, ലാമ്പിൻ്റെ ആ ഒരു ഇതിനാണ് ലൂമനിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ലാമ്പ് ലൂമൻ, പിന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ, അതിന് എത്ര നേരം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ്, അതേ ഇൻറ്റു മെയിൻ്റനൻസ് ഫാക്ടർ, അതേ ഡിവൈഡഡ് ബൈ ആവറേജ് ലെങ്ത് ഓൺ റോഡ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് റോഡ്. ഇതായിരിക്കും എടുക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇനി മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഉണ്ട്. അപ്പം നമ്മൾ IRC പറയുന്നത് അത് ജനറലി 80% ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല ഈ ഏരിയയിൽ നിന്നും. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്. ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡിവൈസ് കൊടുക്കും? ട്രാഫിക് ഐലൻഡ്സ് കൊടുക്കും, ട്രാഫിക് സൈൻസ്, സിഗ്നൽസ്, മാർക്കിങ്, ഇതൊക്കെ കൊടുക്കും. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഡെയിലി വണ്ടി ഓടിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആയിട്ട് ഐലൻഡ്സ്, സൈൻസ്, സിഗ്നൽസ്, മാർക്കിങ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, എന്തിനാണ് ട്രാഫിക് സൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രാഫിക് സൈൻസ് എന്ന് പറയുമ്പോൾ ദ അറേഞ്ച്മെന്റ് അഡോപ്റ്റഡ് ടു വാൺ, ഡയറക്റ്റ് ആൻഡ് ഗൈഡ് റോഡ് യൂസേഴ്സ്. അപ്പം നമുക്കൊരു വാണിംഗ് കൊടുക്കണം. ഇപ്പോൾ സ്കൂൾ അഹെഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കർവ് ഉണ്ട്, ഓക്കെ, അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുക. അവരെ അത് അങ്ങനെ ആകുമ്പോൾ എന്താ, ഒരു കർവ് ഉണ്ട്, നമ്മൾ കുറച്ച് സ്പീഡ് കുറയ്ക്കും അല്ലേ, നമ്മൾ ഗിയർ മാറ്റി സ്പീഡൊക്കെ കുറയ്ക്കും, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കും, നമ്മൾ എന്താ ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ഹോൺ അടിക്കത്തില്ല. ഓക്കെ, അപ്പം നമ്മൾക്ക് വാൺ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്രാഫിക് സൈൻസ് നമ്മൾ റോഡിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് അതിനകത്ത് വരുന്ന ആദ്യത്തെ ടൈപ്പാണ് റെഗുലേറ്ററി ഓർ മാൻഡേറ്ററി സൈൻ. ഓക്കെ, അപ്പം ട്രാഫിക് സയൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫസ്റ്റിലത്തെ ട്രാഫിക് സയൻസ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി, മാൻഡേറ്ററി, അല്ലെങ്കിൽ വാണിംഗ്, കോഷണറി, ഇൻഫോർമേറ്ററി, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് സയൻസിൽ ഫസ്റ്റ് വരുന്നതാണ് റെഗുലേറ്ററി ഓർ മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ റെഗുലേറ്ററി, മാൻഡേറ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് സിഗ്നൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ. സ്റ്റോപ്പിൻ്റെ ഇതവണ ചോദിച്ചിട്ടുണ്ട് എത്ര സൈഡാണ്, 3, 4, 5, 6, 7 അല്ല, എത്ര, 2, 6, 8 അല്ലേ, 8 സൈഡ്സ് സ്റ്റോപ്പിന് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഒക്ടഗൺ അങ്ങനെ അങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതായത് റെഡ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് വൈറ്റ് ആണോ, ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റോപ്പ്. ഇനി അടുത്തത് റെഗുലേറ്ററി ഓർ മാൻഡേറ്ററി സൈൻ പറയുമ്പോൾ എന്തിനാ റെഗുലേറ്ററി അല്ലെ മാൻഡേറ്ററി അല്ലേ? അപ്പോൾ എന്താണ്, ടു ഇൻഫോം റോഡ് യൂസേഴ്സ് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഫോർ സേഫ് ആൻഡ് ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക്. അപ്പം സേഫ് ആയിട്ട് ട്രാഫിക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈൻസ് ആണ് എന്ത്, റെഗുലേറ്ററി സൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വയലേഷൻ ഓഫ് ഈ ഒരു റെഗുലേറ്ററി സൈൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, അത് ലീഗൽ ഒഫൻസ് ആണ്. ഓക്കെ, നമുക്ക് കേസ് വരുന്ന കാര്യമാണ്. അപ്പം ഡെഡ് സ്ലോ, നോ റിട്ടേൺ, സ്പീഡ് ലിമിറ്റ്, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, സൗണ്ട് ഹോൺ പ്രൊഹിബിറ്റഡ്, പാർക്കിംഗ് പ്രൊഹിബിറ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുന്നത്, നമുക്ക് റെഗുലേറ്ററി ഓർ മാൻഡേറ്ററി സൈൻസിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ റെഗുലേറ്ററി ഓർ മാൻഡേറ്ററി സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കുലർ ഡിസ്ക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇതുപോലെ സർക്കുലർ ഡിസ്ക് ആയിരിക്കും. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 600 mm, അതായത് 60 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് ബോർഡർ ആയിരിക്കും, അതിനകത്തുള്ള ന്യൂമറൽസ് ഒക്കെ ബ്ലാക്ക് കളർ ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ 2.8 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2.8 മീറ്റർ ഹൈറ്റിലായിരിക്കും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ഡിസ്കിലായിരിക്കും. ഡിസ്കിൻ്റെ സെൻറ്റർ വരെ ഇത് കാണും. ഓക്കെ, ഇനി അടുത്തത് വാണിംഗ് ഓർ കോഷണറി സൈൻ. വാണിങ്ങിൻ്റെ സിമ്പിൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഓർത്തോണം, വാണിംഗ് റെഗുലേറ്ററി ആകുമ്പോൾ സർക്കുലർ ആയിരിക്കും. ഓക്കെ, റൗണ്ട് എന്ന് ഓർക്കുക, റെഗുലേറ്ററി റൗണ്ട് എന്ന് ഓർക്കുക. ഇനി വാണിംഗ് ഓർ കോഷണറി ആകുമ്പോൾ എല്ലാം എന്തായിരിക്കും, ട്രയാങ്കിളിനകത്തായിരിക്കും. ഓക്കെ, അതെന്ന് പറയുമ്പോൾ കോഷൻ കൊടുക്കുക, അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, റൈറ്റ് കർവാണ്, ലെഫ്റ്റ് ഹാൻഡ് കർവാണ്, അല്ലെങ്കിൽ ഒരു യൂറ്റിൻ്റെ പിന്നെ വരുന്നുണ്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു ഹസാർഡസ് കണ്ടീഷൻ ഫ്രണ്ടിലുണ്ട്, അതിനെപ്പറ്റി ഒന്ന് കോഷൻ കൊടുക്കുക. അപ്പോൾ അതിനെ നമ്മളൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ട്, ആ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ അപ്പെക്സ് മേളോട്ട് പോയിന്റ് ചെയ്ത വിധത്തിലാണ് ചെയ്യുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് ബോർഡർ ആയിരിക്കും, അതിനകത്ത് ബ്ലാക്ക് സിമ്പിൾസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ജംഗ്ഷൻ വരുന്നതിനെ പറ്റി, ഷാർപ്പ് ബെൻഡ്, ഹില്ല്, ഗട്ട് റോഡ്, ഓക്കെ, സ്കൂൾ സോണ്, ഇതിനെ പറ്റിയിട്ട്. ഗട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ ഇല്ല, ഇങ്ങനെ കയറി പോകുന്നത്, അതുള്ളത്. ഓക്കെ, ഇനി സ്കൂൾ സോണ്, ഓക്കെ, അതൊക്കെ ആയിരിക്കും എന്ത്, വാണിംഗ് ഓർ കോഷണറി സൈൻസ് ആയിട്ട് വരിക. ഇനി അടുത്താണ് ഇൻഫർമേറ്ററി അല്ലെങ്കിൽ ഗൈഡിങ് സൈൻ. ഇൻഫർമേറ്ററി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് റൂട്ട് ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പെട്രോൾ പമ്പ് അടുത്തുണ്ട്, അല്ലെങ്കിൽ ട്രാവലിനുള്ള ഡയറക്ഷൻ കാണിക്കുക. ഓക്കെ, ഇപ്പോൾ റൂട്ട് മാർക്കർ, റോഡ് ജംഗ്ഷൻ അപ്രോച്ച്, സ്പീഡ് ലിമിറ്റ്, ഇപ്പോൾ ഒരു ഇത്ര സ്പീഡ് ലിമിറ്റ് കുറഞ്ഞുള്ള ഏരിയ ഉണ്ട്, അത് സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് സാധാ സ്പീഡ് ലിമിറ്റിൽ പോകാം, റോഡിൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇൻഫർമേറ്ററി അല്ലെങ്കിൽ ഗൈഡിങ് സൈൻസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാഫിക് സിഗ്നൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ട്രാഫിക് സിഗ്നൽസ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ള ഇൻ്റർസെക്ഷൻസിലാണ് സിഗ്നൽസ് നമ്മൾ കൂടുതൽ കാണുക അല്ലേ. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യുക, വാൺ ചെയ്യുക, ട്രാഫിക്കിനെ ഗൈഡ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ലെൻസ് ഉണ്ട്, 3 ലെൻസ് ഉണ്ട്. വെർട്ടിക്കലി 1 above another ആയിട്ട് വെക്കും. റെഡ് ആയിരിക്കും ടോപ്പിൽ വരിക, യെല്ലോ ഓർ ആംബർ ആയിരിക്കും മിഡിലിൽ വരിക, ഗ്രീൻ ആയിരിക്കും ബോട്ടം വരിക.
നമ്മൾ സാധാരണ ഇത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അല്ലേ, നമ്മൾ ഇതുവഴി ഡ്രൈവ് ചെയ്യുന്ന ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ, ട്രാഫിക് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് കാണും അല്ലേ. സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത റോഡിലോട്ട് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും സ്റ്റോപ്പിൻ്റെ അടുത്തായിരിക്കും, ആ സ്റ്റോപ്പ് ലൈനിൻ്റെ അടുത്തായിട്ടായിരിക്കും ആസ് ഫാർ ആസ് പോസിബിളി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതായിരിക്കും പ്രൈമറി സിഗ്നൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു അഡീഷണൽ സിഗ്നൽ നമ്മൾ കൊടുക്കും. എവിടെ? നമ്മൾ നിൽക്കുന്ന ഇത് ഡിപ്പാർച്ചർ സൈഡിൽ നമ്മളൊരെണ്ണം കൊടുക്കും. ഓക്കെ, അപ്പോൾ അതെന്തിനാ? ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടി. ഇപ്പോൾ ഇതൊരു പ്രൈമറി ആണെങ്കിൽ ഇത് സെക്കൻഡറി, ഇവർക്ക് അടുത്തതാണ്, ഇതാണ് പ്രൈമറി എങ്കിൽ ഇത് സെക്കൻഡറി. മനസ്സിലായോ? ഇനി അടുത്തത്, ഇനി നമ്മൾ ഈ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ നോർമൽ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? റെഡ് ആംബർ ഗ്രീന്, അല്ലെങ്കിൽ ആംബർ റെഡ്, അങ്ങനെ ആയിരിക്കും വരിക. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് റെഡ് ആംബർ ഗ്രീൻ, അല്ലെങ്കിൽ ആംബർ റെഡ്. ഓക്കെ, റെഡ് എന്ന് പറയുമ്പോൾ എന്താ? വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം. ആംബർ എന്താ? കോഷൻ കൊടുക്കുക. ഓക്കെ, അതായത് എന്താ? റെഡ് ആകാൻ പോവാണ്, നിങ്ങൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വിടണം, അല്ലെങ്കിൽ റെഡ് ആകാൻ പോവാ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ, വെഹിക്കിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോയാൽ മതി. ഇനി അടുത്തെന്താ? ഗ്രീൻ ആണെങ്കിലോ വെഹിക്കിളിന് പ്രൊസീഡ് ചെയ്ത് പോവാം അല്ലേ. ഇനി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു റെഡ് തുടങ്ങാൻ പോവാ. ഇപ്പം എനിക്കൊരു 3 മണിക്ക് റെഡ് തുടങ്ങാൻ പോവാ. ദ ടൈം ലാപ്സ്ഡ് ഫ്രം ബിഗിനിങ് ഓഫ് ഗെറ്റിംഗ് റെഡ് ടു ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് റെഡ്. അടുത്ത റെഡ് എനിക്ക് വരുന്ന 3:05 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടൈം ലാപ്സ് 5 മിനിറ്റിനാണ് എന്ത് പറയുന്നത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനിടെ റെഡ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റെഡ് കഴിഞ്ഞ് ഗ്രീൻ, ആംബറായി, ആംബർ കഴിഞ്ഞിട്ട് ഗ്രീനായി. ഓക്കെ, ഇത് ആംബറാണ്, ആംബർ കഴിഞ്ഞിട്ട് ഗ്രീൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്പേസിനാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ സൈക്കിൾ എന്ന് പറയും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് റോഡ് സിഗ്നൽ. അപ്പം നമുക്ക് ഈ റോഡ് സിഗ്നലുകൾ 3-4 ടൈപ്പ് ഉണ്ട്. മാനുവൽ സിഗ്നൽ ഉണ്ട്, ട്രാഫിക് പോലീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന, സ്റ്റോപ്പൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പൊക്കെ കയ്യിൽ പിടിച്ചെടുക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടില്ലേ, അതാണ് മാനുവൽ സിഗ്നൽ. അടുത്തത് ഫിക്സഡ് ടൈം സിഗ്നൽ. ഫിക്സഡ് ടൈം സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 10-60 വരെ പോയി, അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര സിഗ്നലുകളായിരിക്കും കൂടുതൽ കാണുക അല്ലേ. അപ്പം പീക്ക് ടൈമിൽ നമുക്ക് പീക്ക് ടൈം ട്രാഫിക് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം പീക്ക് അവേഴ്സിൽ എന്താ? ഡിലേ ഒക്കെ ഉണ്ടാവും, കുറച്ച് നേരം നിന്നു പോയി അങ്ങനെ ഒരു പാറ്റേണിൽ ഫിക്സഡ് ടൈമിൽ അത് വന്നുകൊണ്ടേയിരിക്കും. ഇനിയും ട്രാഫിക് ആക്ച്വേറ്റഡ് സിഗ്നൽസ് ഉണ്ട്, അതായത് ട്രാഫിക് ഡിമാൻഡിനനുസരിച്ചിട്ട് മാറും. ഒത്തിരി ട്രാഫിക് ഉണ്ടെങ്കിൽ അവരൊരു ടൈം അനുസരിച്ചിട്ട് വിടും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പോകുന്ന ട്രാഫിക് ആക്ച്വേറ്റഡ് സിഗ്നൽ, ട്രാഫിക്കിനനുസരിച്ചിട്ട് വരുന്നത്. അടുത്തത് പെഡസ്ട്രിയൻ സിഗ്നൽ. നിങ്ങൾ പണ്ടൊക്കെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു, ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇതുപോലെ ഒരെണ്ണം വെക്കും. അപ്പം നമ്മൾ പോയി ഒരു ബട്ടൺ പ്രസ് ചെയ്യണം, അപ്പോഴത്തേനും നമുക്ക് ഗ്രീൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാം. അപ്പോൾ വണ്ടി അവിടെ നിൽക്കും. ഓക്കെ, അതായത് ട്രാഫിക് പോലീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരിതാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പ്ലസ് 2 സമയത്തൊക്കെ ഇതുപോലെയൊക്കെ പോകുന്നത്, അതായത് ഒരു ബട്ടൺ ഞെക്കും, കുറച്ച് നേരം അവിടെ നിൽക്കും, നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്രീൻ കാണിക്കുമ്പോൾ നമുക്ക് പോവാം, നമുക്ക് റെഡ് കാണിച്ചാൽ നമുക്ക് പോകാൻ പാടില്ല, അങ്ങനെയുള്ള സിഗ്നൽ. അതായത് പെഡസ്ട്രിയൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പെഡസ്ട്രിയൻ സിഗ്നൽ. ഓക്കെ, അപ്പം പെഡസ്ട്രിയൻ കൺട്രോൾ സിഗ്നൽസ് ആർ റെക്റ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ക്രോസിംഗ്. അതായത് ക്രോസിങ്ങിൻ്റെ 2 സൈഡിലും ഉണ്ട്. ഇതിന് ഗ്രീനും റെഡും മാത്രമേ കാണത്തുള്ളൂ, ആംബറൊന്നും കാണത്തില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് സിഗ്നലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിസൈൻ ഓഫ് സിഗ്നൽ ഡിസൈനിന് വേണ്ടിയിട്ട് 3 മെത്തേഡ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നാമത്തേത് ട്രയൽ സൈക്കിൾ മെത്തേഡ്, രണ്ടാമത്തെ അപ്രോക്സിമേറ്റ് മെത്തേഡ്, മൂന്നാമത്തെ വെബ്സ്റ്റർ മെത്തേഡ്. ഈ വെബ്സ്റ്റർ മെത്തേഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ട്രയൽ സൈക്കിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ട്രയൽ എന്നുള്ള കാരണം തന്നെ ഓർത്തോണം, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, സൈക്കിൾ ടൈം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് വരുമ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ആയിരിക്കും. വെബ്സ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാഷണൽ മെത്തേഡാണ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് വെബ്സ്റ്റർ മെത്തേഡ് നോക്കാം. ഞാൻ പറഞ്ഞു വെബ്സ്റ്റർ മെത്തേഡ് എന്ത് മെത്തേഡാണ്? റാഷണൽ മെത്തേഡാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ ടൈം നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ലീസ്റ്റ് ഡിലേ, ഇൻ്റർസെക്ഷനിൽ ഡിലേ കുറച്ച് വരാവുള്ളൂ, അതിനനുസരിച്ചിട്ടാണ് ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ ടൈം നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എസ് എന്ന് പറയുന്ന ഫ്ലോ സാച്ചുറേഷൻ ഫ്ലോ, അതായത് മാക്സിമം സാച്ചുറേഷനിൽ വരുമ്പോൾ ഫ്ലോ ആണ് എസ്. ക്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഫ്ലോ ആണെങ്കിൽ ഈ ഒപ്റ്റിമം സൈക്കിൾ ടൈമിൻ്റെ ഇക്വേഷൻ C0 എന്നാണ് അതിനെ പറയുന്നത്. C0 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഒപ്റ്റിമം സൈക്കിൾ ടൈം C0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻസും ചോദിച്ചിട്ടുണ്ട്, ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. 1.5 L + 5 ഡിവൈഡഡ് ബൈ 1 - 5. ഓർത്തോണം, 1.5 L + 5 ഡിവൈഡഡ് ബൈ 1 - 5. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് നോക്കാം. 1.5 L എന്നൊരു സാധനം വന്നല്ലേ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L കൂട്ടി തന്നെ ലോസ്റ്റ് ടൈം പെർ സൈക്കിൾ ഇൻ സെക്കൻഡ്സ്, ഒരു സൈക്കിളിൽ ഉണ്ടാകുന്ന ലോസ്റ്റ് ടൈം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ 2n + r എന്ന് വരും. ഇപ്പോൾ റെഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ലോസ്റ്റ് ആകുന്ന സമയം, അതിൻ്റെ കൂടെ ഒരു 2n കൂടെ ആഡ് ചെയ്യണം. 2n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഫേസസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം റെഡ് ടൈമിൻ്റെ കൂടെ 2 × നമ്പർ ഓഫ് ഫേസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L കിട്ടും. 1.5 L
പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ. വൈ എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2 പ്ലസ് y3 എന്നാണ്. അപ്പോൾ ഈ y1 പ്ലസ് y2 പ്ലസ് y3 അല്ലെങ്കിൽ ആ y എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്രീൻ ടൈം ഉണ്ട് അല്ലേ? റോഡിലെ റെഡ് ടൈം പോലെ തന്നെ നമുക്ക് ഗ്രീൻ ടൈം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടൈം ഓൺ റോഡ് നമ്പർ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതെന്ന് പറയുന്നത് y1 ഡിവൈഡഡ് ബൈ y ഇൻറ്റു C0 മൈനസ് എൽ, അതായത് ഒപ്റ്റിമം സൈക്കിൾ ലെങ്ത് മൈനസ് എൽ എന്ന് എടുക്കാം. ഓക്കെ, y2 ആണെങ്കിലോ y2നെ നമുക്ക് Q2 ബൈ S2 എന്ന് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, y1 ആണെങ്കിലോ Q1 ബൈ S1, അതായത് നമ്മൾ നോർമൽ ഫ്ലോ ബൈ സാച്ചുറേഷൻ ഫ്ലോ ആണ് എന്ത് y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ y1 y2 ഈ നോർമൽ ഫ്ലോയും സാച്ചുറേഷൻ ഫ്ലോയും ഉണ്ട്. y1 y2 y3 അതെല്ലാം കാണാം. അപ്പോൾ ഓരോ ഗ്രീൻ ടൈമും നമുക്ക് കാണാം. y1 ബൈ y ഇൻറ്റു C0 മൈനസ് എൽ എന്ന് പറയുന്നതാണ് G1, അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും നമുക്ക് ഒപ്റ്റിമം സൈക്കിൾ ടൈം നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈക്വേഷൻ ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ടേംസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ എഫക്റ്റീവ് ഗ്രീൻ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു ഇന്റർസെക്ഷനിൽ ഒരു വെഹിക്കിളിനെ ക്രോസ് ചെയ്യാൻ എത്ര ആക്ച്വൽ ടൈം അവൈലബിൾ ആണ് എന്നുള്ളതാണ് എന്ത് എഫക്റ്റീവ് ഗ്രീൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു ഗ്രീൻ ടൈം കാണും അല്ലേ? അതിൻ്റെ കൂടെ ആംബർ ആയിരിക്കുമ്പോഴും അല്ലെ യെല്ലോ ആയിരിക്കുമ്പോഴും വെഹിക്കിൾ ക്രോസ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലോസ് ടൈംസ് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും നേരമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യാൻ കിട്ടുക. അതായത് ഒരു 40 + 5 സെക്കൻഡ്. അതിനകത്തുനിന്ന് ഇനി എന്തെങ്കിലും ലോസ് ടൈം ഉണ്ടെങ്കിൽ അതുകൂടെ കുറയ്ക്കുക. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് ഗ്രീൻ ടൈം എന്ന് പറയാം. ഇനി അടുത്തത് ലെയിൻ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ Qmax. ഓക്കെ, ലെയിൻ കപ്പാസിറ്റി Qmaxന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SI ഇൻറ്റു GI ഡിവൈഡഡ് ബൈ C0 എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ GI ബൈ C0, അതായത് ഗ്രീൻ ടൈം ഡിവൈഡഡ് ബൈ നമ്മുടെ സൈക്കിൾ ടൈം. ഗ്രീൻ ടൈം എന്ന് പറയുമ്പോൾ എന്താ? എഫക്റ്റീവ് ഗ്രീൻ ടൈം നമ്മൾ പറഞ്ഞില്ലേ? എഫക്റ്റീവ് ഗ്രീൻ ടൈം ഡിവൈഡഡ് ബൈ നമ്മുടെ സൈക്കിൾ ടൈം ആണ്. സൈക്കിൾ ടൈം എന്തായിരുന്നു? 1.5 L + 5 ഡിവൈഡഡ് ബൈ 1 - 5. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ റേഷ്യോ എന്ന് പറയുന്നത്. ആ ഗ്രീൻ റേഷ്യോനെ നമ്മൾ SI, അതായത് സാച്ചുറേഷൻ ഫ്ലോ, ഐ കൂടെ പാസ് ചെയ്യുന്ന സാച്ചുറേഷൻ ഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈനിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അടുത്തത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ട ഗ്രീൻ ടൈം. അതായത് പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പെഡസ്ട്രിയൻ ആദ്യം ക്രോസ് ചെയ്യാൻ പോയി നിന്നു, ഒന്ന് സിഗ്നൽ കാണുന്നതിനിടയിൽ ഒരു സ്റ്റാർട്ടിൽ ഒരു കുറച്ച് ലോസ് ഉണ്ടാവും. ഓക്കെ, അതാണ് സ്റ്റാർട്ടപ്പ് ലോസ് ടൈം എന്ന് പറയുന്നത്. സോറി. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ലോസ് ടൈം എന്ന് പറയുന്നത് IRC പറയുന്നത് അറൗണ്ട് 4.7 സെക്കൻഡ്സ് ആണ് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ റോഡിൻ്റെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ നമ്മുടെ പെഡസ്ട്രിയൻ്റെ സ്പീഡ്. ഓക്കെ, വിഡ്ത്ത് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റിക്ക് ഇക്വേഷനിൽ അത് T അല്ലേ, ടൈം അല്ലേ? അപ്പം നമ്മുടെ ആ വെലോസിറ്റി അത്. ഓക്കെ, അപ്പോൾ സാധാരണ ഇത് തന്നിട്ടില്ലെങ്കിൽ അത് അറൗണ്ട് 1.2 m/s ആയിട്ടാണ് വാക്കിംഗ് സ്പീഡ് നമ്മൾ എടുക്കേണ്ടത്, ഈ വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്ന റോഡ് വേ മാർക്കിംഗ്. റോഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ട്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നത്. നമ്മൾ ഈ ബാരിയർ ഒക്കെ റോഡിൻ്റെ സൈഡിൽ കൊടുത്ത് അവിടെയൊക്കെ റിഫ്ലക്ടർ വെക്കും അല്ലേ? ഇനി അടുത്ത എന്താ? ക്യാരേജ് വേ മാർക്കിംഗ്. എൻ്റെ ക്യാരേജ് വേ ഇതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ, ഇതുപോലെ നടുക്ക് കൊടുക്കുന്ന ലൈനുകൾ ഒക്കെ, ഇതൊക്കെയാണ് എന്ത് ക്യാരേജ് വേ മാർക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ നിന്ന് തിയറി പോർഷൻ ഉള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാവേ. താങ്ക് യു.